ഷലോം. ഞെറീന ഫ്രാൻസിസ് എറുഷലേമിൽ നിന്നും. സഹോദരങ്ങളെ, 2-3 ദിവസമായിട്ട് ഞാൻ ലൈവ് വന്നില്ല. ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് ലൈവ് വന്നത് പോലും. കാരണം പിന്നെ ഇപ്പം സമയം രാത്രിയിൽ ഒത്തിരി ലേറ്റായെന്ന് എനിക്കറിയാം. കുറച്ച് പേരൊക്കെ ലൈവിൽ വരാൻ സാധ്യതയുള്ളൂ. എനിക്ക് 2-3 ദിവസമായിട്ട് ജലദോഷവും കഫക്കെട്ടും ഒക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ 100% എൻ്റെ മൂടൊന്ന് ശരിയാകട്ടെ എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ ലൈവ് വരാതെ ഇരുന്നത് തന്നെ. ഇപ്പോഴും ചെറുതായിട്ട് തൊണ്ടവേദനയും ചുമയും ജലദോഷമൊക്കെ ഉണ്ട്. എന്നാലും ഒരുപാട് ദിവസം ലൈവ് വരാതിരുന്നപ്പം നിങ്ങൾ കുറച്ച് ടെൻഷനൊക്കെ ആയിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. 2 ഐസ് കഫേ എടുക്കട്ടെ? അയ്യോ, അങ്ങനെ പറഞ്ഞേക്കരുത്. 2 ഐസ് കഫേ എടുക്കട്ടെ എന്നൊന്നും ചോദിച്ചേക്കരുത്. ഞാൻ ഐസ് കഫേ കുടിച്ചില്ലെങ്കിലും ഞാൻ ഇന്നും കോള കുടിച്ചു കേട്ടോ, അറിയാതെ. കാരണം ഇന്ന് ടെലവിയിൽ പോയിരുന്നു. അപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഞാൻ ടെലവിയിൽ വെച്ച് അറിയാണ്ട് ഞാൻ കോള കുടിക്കേണ്ടി വന്നു. ഒന്ന് റെഡിയായി വന്നതാണ്, എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യാനാ, കോള കുടിക്കേണ്ടി വന്നു. ഓക്കെ, എന്തായാലും എന്തുവാ, എൻ്റെ തൊണ്ടവേദനയൊക്കെ വേഗത്തിൽ മാറി, കഫക്കെട്ടും ജലദോഷവും ഒക്കെ മാറി. ഇന്നലെയൊക്കെ സത്യം പറഞ്ഞാൽ ഒട്ടും ലൈവ് എനിക്ക് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. നല്ല മൂക്കൊലിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈവിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ടിഷ്യൂ വെച്ച് ഇങ്ങനെ മൂക്ക് പിടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്കും കണ്ടിരിക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇന്നലെ ഒന്നും ലൈവ് വരാത്ത. ഇന്നലെയും മെനിഞ്ഞാന്നും നല്ല മൂക്കൊലിപ്പുണ്ടായിരുന്നു. അപ്പം ഇന്നും ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ സ്വരം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ചെറിയൊരു ബുദ്ധിമുട്ട് ലൈവ് സംസാരിക്കാൻ ഉണ്ട് എനിക്ക്. എങ്കിലും ദൈവകൃപയാൽ കണ്ടോ, പിണങ്ങി ഞാൻ കട്ടി. സോറി കേട്ടോ, ഞാൻ അറിയാണ്ട് കുടിച്ച് പോയതാണ്. ഞാൻ എന്നാ ചെയ്യാനാ. ശലോം ചേച്ചി, കണ്ടതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഹരികൃഷ്ണൻ, ഗോഡ് ബ്ലെസ് യു. കട്ടി എന്ന് പറയുന്നത് ചണ്ട എന്നായിരിക്കും ഇല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചണ്ട എന്നിങ്ങനെ പറയും. ഇനി മിണ്ടത്തില്ല എന്ന് പറയാൻ വേണ്ടി. കൂട്ടെന്ന് പറയുന്നതിന് ഇങ്ങനെ പറയും, കൂട്ടെന്ന് പറഞ്ഞാൽ മിണ്ടും. ചണ്ടെന്ന് പറഞ്ഞാൽ അപ്പം എന്തായാലും ദൈവകൃപയാൽ സന്തോഷമായിരിക്കുന്നു. നിങ്ങളും ഹാപ്പി ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറേ പേരൊക്കെ എന്താ പറയുക, പിന്നെ വിഷമത്തിലാണ്. ലൈവിന് എന്നെ കണ്ടില്ലല്ലോ, റീന എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരൊക്കെ അറിയാണ്ടല്ലല്ലോ, അറിഞ്ഞുകൊണ്ടല്ലേ. നമുക്ക് കേൾപ്പിക്കേണ്ട സൗണ്ട് വിലപ്പെട്ടതാണ്. തീർച്ചയായിട്ടും അത് വിലപ്പെട്ടതാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, ഭയങ്കര ചൂടായിരുന്നു ടെലവിയിൽ ഞാൻ ചെന്നപ്പോഴത്തേക്കും. എന്തുവാ ദബോരാത്തോതാ, ഭയങ്കര ചൂടായിരുന്നു ടെലവിയിൽ ചെന്നപ്പോഴത്തേക്കും. ബിജി വർഗീസ്, പനി പിടിച്ചോ? അതെ, പനിയായിരുന്നു. ആർക്കാണ് തൊണ്ട പ്രശ്നമുള്ളത്? റൂത്ത് ഇസ്രായേൽ. എനിക്കും തൊണ്ട പ്രശ്നമാണ് റീന ചേച്ചി. അയ്യോ, യു ആർ ഫൈൻ. ഹൗ ഈസ് ദാറ്റ് പേഷ്യൻറ്റ്? ഷീ ഈസ് ഫൈൻ. 3 ദിവസമായി ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട്. ഇന്നിപ്പോൾ 3ാമത്തെ ദിവസമാണ്. ഇന്നലെ ഞാൻ പോയി, പക്ഷെ ഒരു ½ an hour ഡ്യൂട്ടി ചെയ്തു എന്ന് തിരിച്ചു വന്നു. ഇപ്പം 3 ദിവസമായിട്ട് ഡ്യൂട്ടിക്ക് പോയില്ല. എന്നിട്ട് ഞാൻ ലൈവ് വരാത്തതെന്ന് വെച്ചാൽ മൂക്ക് ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ടിഷ്യൂ ഇതിപ്പം തന്നെ ഈ ടിഷ്യൂ ഇപ്പോൾ അടുത്തിരിപ്പുണ്ട്. ഇന്നലെ ഈ മെനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് ഇതിൻ്റെ ഒരു 5 ടിഷ്യൂ ഈ തീർത്തിട്ടുണ്ട്. ഞാൻ 5 ടിഷ്യൂ തീർക്കണമെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ എന്തുമാത്രം മൂക്കൊലിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അതിങ്ങനെ കാരണം
എനിക്ക് കുറേ മെഡിസിനൊക്കെ തന്നായിരുന്നു അവർ. പക്ഷെ ഞാൻ മെഡിസിൻ യൂസ് ചെയ്യത്തില്ല പൊതുവെ. അക്കമോൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പാരസിറ്റമോളിൻ്റെ വേറൊരു ടൈപ്പാണ്. ഇസ്രായേലിൽ അക്കമോൾ എന്ന് പറയുന്നത്. അത് കഴിക്കാൻ തന്നു, ഞാൻ കഴിച്ചില്ല. പിന്നെ ജലദോഷത്തിന് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്താൽ മതി അകത്തോട്ട്. പക്ഷെ ഞാൻ അതുപോലും ചെയ്തിട്ടില്ല. കാരണം എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ താല്പര്യമില്ല. പൊതുവേ എനിക്ക് മെഡിസിൻ യൂസ് ചെയ്യുന്ന പണ്ട് തൊട്ടേ മെഡിസിൻ യൂസ് ചെയ്യാത്തത് കൊണ്ട് മെഡിസിൻ എടുക്കുന്നതിന് എനിക്ക് താല്പര്യമില്ല. അത് ഏത് മെഡിസിൻ ആണെങ്കിലും. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാത്തത്, മെഡിസിൻ എടുക്കാത്തത് തന്നെ. പിന്നെ ആകെ കൂടിയുള്ളത് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ കട്ടൻ ചായ. ഇത് കട്ടൻ ചായ അല്ല, ഇത് വന്നിട്ട് സ്ട്രോബെറി ടീ. ഒരു സ്ട്രോബെറിയുടെ ഒരു ടീ ആണ്. സ്ട്രോബെറി മാത്രമല്ല, ബൾബറി. ഇത് സ്ട്രോബെറി അല്ല കേട്ടോ, മൾബറി. ചെറി, മൾബറി, പിന്നെ മെൻറ്റോ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു പ്രത്യേകതരം ടീ ആണ്. ഈ ഫോട്ടോയിൽ കാണുന്ന ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു തരം ടീ ആണ്. അതുകൊണ്ട് ഇത്ര ടേസ്റ്റ്. ഇതിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. റൂത്ത് ഇസ്രായേൽ, ഞാനും മരുന്ന് എടുത്തിട്ടില്ല റീന ചേച്ചി. ഗോഡ് ബ്ലെസ് യു. അപ്പോൾ ഇത് ഞാൻ ചൂടോടുകൂടി 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഞാൻ ഇതുവരെയ്ക്കും ഒരു മെഡിസിനും എടുത്തിട്ടില്ല. അപ്പോൾ ഏകദേശം ഇന്നലത്തേക്ക് മൂക്കൊലിപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഏകദേശം ഞാൻ ആള് ഫ്രീ ആയിട്ടുണ്ട്. ഇന്ന് മൂക്കൊലിപ്പൊന്നും വലുതായിട്ടില്ല, ചെറുതായിട്ട് ഉണ്ടെങ്കിലും അത് ഇന്നത്തെ രീതിക്ക് അനുസരിച്ച് ഇങ്ങനെ ഇല്ല, ദൈവകൃപയാൽ. ഓക്കെ. അപ്പോൾ സഹോദരങ്ങളെ, ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേജിനകത്ത് പലരും പലതരത്തിലുള്ള ചിന്താഗതിയോടുകൂടിയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ തുടക്കകാലം മുതലേ എൻ്റെ പേജ് ഫോളോ ചെയ്യുന്ന കുറച്ച് ആൾക്കാർ ഇതിനകത്തുണ്ട്. ഞാൻ അവരോടൊരു കാര്യം പറയുകയാണ്. ഒരിക്കലും നിങ്ങളെ ദോഷം ചെയ്യുന്ന തരത്തിലോ അല്ലെങ്കിൽ നിങ്ങളെ തകർത്ത് കളയുന്ന രീതിയിലോ അന്ത്യകാലത്ത് നിങ്ങൾ പിന്മാറിപ്പോകുന്ന തരത്തിലോ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇൻഫർമേഷനും ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്ത് തരാറില്ല. ഞാനൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പകർന്നു തരുന്നുണ്ടെങ്കിൽ അത് 100% അത് ദൈവത്തിൻ്റെ പക്കൽ നിന്ന് തന്നെയായിരിക്കും ഞാനത് നിങ്ങൾക്ക് പകർന്നു തരുന്നത്. അല്ലാതെ എനിക്ക് തോന്നിയ ഒരു തോട്ടോ അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്തയോ ഒന്നുമല്ല ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതെന്നുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും നിങ്ങൾക്കുണ്ടായി വന്നാൽ അത്രയ്ക്കും നല്ലതാണ്. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഞാൻ ലൈവിൽ വന്ന് നിങ്ങളോട് സംസാരിക്കുന്ന പല കാര്യങ്ങളും ഞാൻ പിന്നീടിരുന്ന് കേൾക്കാറുണ്ട്. കാരണം എൻ്റെ ആത്മാവിൽ ഞാൻ നിങ്ങളോട് ചിലപ്പോൾ സംസാരിക്കുന്നതായിരിക്കും. അത് എനിക്കും ആവശ്യമുള്ളതായത് കൊണ്ടാണ്. ഞാനെന്ന് പറയുന്നൊരു ജഡത്തിനും ഇത് ആവശ്യമുള്ളത് കൊണ്ടാണ് ആ ലൈവുകൾ ഞാൻ പിന്നീടിരുന്ന് കേൾക്കുന്നത്. ചില മർമ്മങ്ങൾ തന്നെ ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. ചില മർമ്മങ്ങൾ ഞാൻ ലൈവിൽ വന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാൻ മുമ്പ് ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത മർമ്മങ്ങളൊക്കെ ഞാൻ ലൈവിൽ വന്ന് എന്ത് ചെയ്യാറുണ്ട്, നിങ്ങളുമായി പങ്കുവെക്കാറുണ്ട്. ലൈവിൽ വന്ന് അറിയാതെ തന്നെ ആ മർമ്മങ്ങൾ ഞാൻ അറിയാതെ തന്നെ അത് പറയാറുണ്ട്, ആ മർമ്മങ്ങൾ വെളിപ്പെടുത്താറുണ്ട്. അത് പിന്നീടാണ് ഞാൻ ഇരുന്നിട്ട് ലൈവ് കണ്ടിട്ട് യോ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു അല്ലേ, യോ ഇങ്ങനെയായിരുന്നു ഇല്ലേ ആ മർമ്മത്തിന്റെ അർത്ഥം എന്ന് ഞാൻ ഗ്രഹിക്കാറുണ്ട് പലപ്പോഴും ഇരുന്നിട്ട്. അപ്പോൾ ഒരിക്കലും ഞാൻ നിങ്ങളെ വഴിതെറ്റിക്കുന്ന തരത്തിലോ നിങ്ങൾക്ക് അന്ത്യകാലത്ത് പിടിച്ചു നിൽക്കാൻ കഴിവില്ലാത്ത തരത്തിലോ ഒരു സത്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടില്ല. സത്യവും എന്നല്ല, ഒരു വ്യാജത്തരമായ ഒരു കാര്യവും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെയാണ് ഞാൻ അത് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അഥവാ ലോകപ്രകാരമുള്ള ചില അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ മനസ്സിലാക്കി അതിന്റെ തെളിവുകൾ ദൈവവചനത്തിൽ നിന്നും ലഭിച്ചതിന് ശേഷം പൂർണ്ണമായും അത് ദൈവത്തിന്റെ പക്കൽ നിന്ന് തന്നെയാണ് ആ അറിവ് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഇൻഫർമേഷനും കൂടി കിട്ടിയിട്ട് മാത്രമേ ഞാൻ നിങ്ങളോട് പറയത്തുള്ളൂ. ഒരു ഫോൺ കോൾ പോലും ഞാൻ ഒരാളെ വിളിക്കണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ഞാനായിട്ട് വിചാരിക്കാറില്ല. എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു തോട്ടിൽ ഞാൻ ആരെയും വിളിച്ച് സംസാരിക്കാറില്ല. പലപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് നിർദ്ദേശിച്ചിട്ടല്ലാണ്ട് അല്ലെങ്കിൽ അതിന്റെ തക്ക സമയം കിട്ടിയിട്ടല്ലാണ്ട് എന്നോട് ദൈവാത്മാവ് ഇടപെട്ടിട്ടല്ലാണ്ട് ഞാൻ ഒരു ഫോൺ കോൾ പോലും ഞാൻ ആരെയും വിളിച്ച് സംസാരിക്കാറില്ല. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അങ്ങനെ ഇരിക്കെ ഞാൻ ദൈവവചനത്തിൽ നിന്നും പല കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്.
യഹൂദന്മാർ ആര് എന്ന് പറയുന്ന തോട്ട് പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ പെന്തക്കോസ്ത് കെട്ടിനകത്ത് നിൽക്കുന്ന കുറെ പേര് ഇതിനകത്തുണ്ട്. ഈ പെന്തക്കോസ് കെട്ട് തലയ്ക്കകത്ത് മൂത്ത് നിൽക്കുന്ന സാധനങ്ങൾക്ക് ഇനി യഹൂദൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ കുറിച്ച് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാകത്തില്ല എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. കാരണം ഈ പെന്തക്കോസ് കെട്ട് തലയ്ക്ക് മൂത്ത ആൾക്കാരുടെ വിചാരം എന്ന് പറയുന്നത് തന്നെ യഹൂദന്മാരെന്ന് പറയുന്നത് എന്തോ രണ്ടാം കിട പൗരന്മാരാണ്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിന്റെ മക്കളോ ജീവിക്കാൻ ദൈവം തിരഞ്ഞെടുത്തവരും വേർതിരിക്കപ്പെട്ടവരുമാണ് എന്ന് പറയുന്ന യഹൂദന്മാര് എന്നുള്ളൊരു തോട്ടാണ് ഇവരുടെ തലച്ചോറിനകത്ത് കുത്തിക്കയറ്റി വെച്ചിരിക്കുന്നത്. യഹൂദന്മാർ ആര് എന്നുള്ള ഒരു തോട്ട് വെച്ചിട്ടില്ല. ചിലര് പറയുന്ന ഒരു രീതി എന്ന് പറയുന്നത് 1,44,000 വരുന്ന യഹൂദന്മാരല്ലേ ഇവിടെ ഉള്ളൂ, എന്നാ പിന്നെ ആ 1,44,000 വരുന്ന യഹൂദന്മാർക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചാ പോരെ, അല്ലാതെ എല്ലാ യഹൂദനും വേണ്ടി പ്രാർത്ഥിക്കണ്ടല്ലോ എന്നാണ് ചിന്തിക്കുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇപ്പം എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. അതിൽ ഏത് കുഞ്ഞാ സ്വർഗത്തിൽ പോകുന്നത്, ഏത് കുഞ്ഞാ നരകത്തിൽ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കും അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. അതിൽ 2 കുഞ്ഞുങ്ങളിൽ ആ കുഞ്ഞിൽ ഏത് കുഞ്ഞ് അന്ത്യം വരെയും പിടിച്ചു നിൽക്കും, അതിൽ ഏത് കുഞ്ഞ് അന്ത്യം വരെയും പിടിച്ചു നിൽക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കും തന്നെ അറിയത്തില്ല. മനസ്സിലായെന്നോ? അപ്പോൾ അങ്ങനെ ഇരിക്കെ നിങ്ങൾക്ക് ആർക്കും അതിൽ ഏത് കുഞ്ഞ, പക്ഷെ അതിൽ ചിലപ്പോൾ ഒരു കുഞ്ഞേ പോകത്തുള്ളായിരിക്കും സ്വർഗത്തില്, ഒരു കുഞ്ഞ് ചിലപ്പോൾ പോകത്തില്ലായിരിക്കാം. അതിൽ ഏത് കുഞ്ഞാ സ്വർഗത്തിൽ പോകുന്നതെന്നോ, ഏത് കുഞ്ഞാ അവസാനം വരെ പിടിച്ചു വെക്കുന്നതെന്നോ, ഏത് കുഞ്ഞാ മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എടുക്കുന്നതെന്നോ നിങ്ങൾക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾ എന്നാ ചെയ്യും? ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പം കർത്താവേ അന്ത്യം വരെയും പിടിച്ചു നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ 2 മക്കളിൽ ഈ അന്ത്യം വരെയും പിടിച്ചു നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ആ മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമോ നിങ്ങൾ? നിങ്ങൾ അങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത്? ഈ 2 മക്കളിലും ഈ അന്ത്യം വരെയും പിടിച്ചു നിൽക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, ഈ അന്ത്യം വരെയും കർത്താവിന്റെ വചനത്തിൽ നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തു വെച്ചിരിക്കുന്ന ആ മകൾക്ക് വേണ്ടി മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം 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 എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നിങ്ങൾ അങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കും? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ 2 കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. കാരണം നിങ്ങളുടെ കുഞ്ഞുങ്ങളാണ്. അത് നിങ്ങളുടെ 2 കുഞ്ഞുങ്ങളിൽ ഏത് കുഞ്ഞിനെയാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങൾക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾ ആ 2 കുഞ്ഞുങ്ങളെയും നിലനിർത്തിക്കൊണ്ടുപോകാനാണ് പ്രാർത്ഥിക്കുന്നത്. ആ 2 കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. ബാക്കിയുള്ള കാര്യം ദൈവം ചെയ്തോളും. ഇനി ചില മാതാപിതാക്കൾക്കറിയാം, എന്നെ അവസാന കാലത്ത് നോക്കുന്നത് ഈ ചെറുക്കനെ നോക്കത്തുള്ളൂ, ഈ ഇളയ പയ്യനെ ചിലപ്പോൾ എന്നെ അവസാന കാലത്ത് നോക്കത്തുള്ളൂ എന്ന് ചില മാതാപിതാക്കൾക്കറിയാം. അപ്പോൾ മാതാപിതാക്കൾ 2 കുഞ്ഞുങ്ങൾ വീട്ടിൽ വളരുന്നുണ്ട്, മൂത്തതും വളരുന്നുണ്ട്, ഇളയതും വളരുന്നുണ്ട്. പക്ഷെ ഇളയതിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിന്റെ പ്രവർത്തികൾ അമ്മയപ്പന്മാർ പറയുന്നത് കുറച്ചുകൂടി അനുസരിച്ച് ജീവിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും. മനസ്സിലായോ? ആ മൂത്തതിനേക്കാളും കുറെ കൂടി അനുസരിച്ച് ജീവിക്കുന്നതായിരിക്കും. അപ്പൊ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ ചെറുതിനെ പറയില്ല, എനിക്കറിയാം ഇളയതിനെ എന്നെ നോക്കത്തുള്ളൂ, നീ ഒട്ടും എന്നെ നോക്കത്തില്ല, എനിക്ക് നല്ല വൃത്തിയാണ് അറിയാം എന്ന് മാതാപിതാക്കൾ പറയാറില്ലേ മക്കളോട്? ആ ഇളയ ചെറുക്കന് മാത്രമേ എന്നോട് ഇത്ര സ്നേഹമുള്ളൂ, നിനക്ക് ഒട്ടും സ്നേഹമില്ല, നീ എന്നെ നോക്കത്തില്ല, എനിക്ക് നല്ല വൃത്തിയാണ് അറിയാം മോനെ, നീ അവസാന കാലം എന്നെ നോക്കത്തില്ല എന്ന് എനിക്ക് നല്ല വൃത്തിയാണ് അറിയാം. ആ ഇളയ പയ്യൻ നോക്കുന്നത് പോലെ നീ നോക്കത്തില്ല, നീ കൈ വിട്ടിട്ട് നീ നിന്റെ ഭാര്യയും കൊണ്ട് നീ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ വെള്ളവിളയും കൊണ്ട് നീ അങ്ങ് പോകും എന്നൊക്കെ മാതാപിതാക്കൾ മക്കളോട് പറയാറുണ്ട്. അതുകൊണ്ട് എന്നെ ഇളയവൻ മാത്രമേ അവസാന നിമിഷം വരെയും നോക്കത്തുള്ളൂ, ആ മൂത്തവൻ എന്നെ നോക്കത്തു പോലുമില്ല. അതുകൊണ്ട് ചോറ് വിളമ്പുമ്പം എടി ഇളയവന് 2 മുട്ട വെച്ച് കൊടുത്ത് ചോറ് വിളമ്പടി, ആ ഇളയവന് 1 മുട്ട കൊടുത്താൽ മതി എന്ന് മാതാപിതാക്കൾ ചെയ്യുവോ? നിങ്ങൾ ലോജിക്ക് ഇല്ലാത്തവരായി മാറരുത് ദൈവമക്കളെ. സഹോദരങ്ങളെ, ഞാനിത് പറയുന്നത് പലരും എന്നെ കേൾക്കുന്നവരിൽ പലരും തന്നെ കേൾക്കുന്നവരൊക്കെ ഉണ്ട്, എങ്കിലും ആ യാഥാർത്ഥ്യബോധത്തിൽ ചിന്തിക്കുവാൻ കഴിവും കപ്പാസിറ്റിയും ഇല്ലാതെ പോകുന്നവരും ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം എടുത്തു പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആ യാഥാർത്ഥ്യബോധത്തിൽ ചിന്തിക്കുവാനുള്ള കഴിവും കപ്പാസിറ്റിയും ഇല്ലാത്ത ആൾക്കാർ ഇതിനകത്തുണ്ട്. ഇപ്പോഴും ആ ഒരു എന്താ പറയുന്നത് തോട്ടിലേക്ക് വന്നിട്ടില്ല. 1,44,000 യഹൂദന്മാരെ നോക്കിക്കൊണ്ടിരിക്കുന്ന കുറെ എണ്ണങ്ങൾ ഇതിനകത്തുണ്ട്. അവരും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കാര്യം പറയുന്നത്. അപ്പോൾ പെറ്റ് തള്ളയ്ക്കറിയാം ഏത് കുഞ്ഞാണ് നമ്മളെ നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് തള്ളയ്ക്കറിയാം. ആ തള്ളയ്ക്ക് ആ സ്വഭാവത്തിൽ അറിയാം, ആ പ്രവൃത്തിയിൽ അറിയാം, ആ കുഞ്ഞ് കാണിക്കുന്ന രീതിയിൽ അറിയാം, എല്ലാത്തിനും അറിയാം തള്ളയ്ക്ക്. തള്ളയും തന്തയും പറയാറുണ്ട്, നിന്നെ കുള്ളത്തിലടാ, നീ സത്യം പറഞ്ഞ നീ ഞങ്ങളെ കളഞ്ഞിട്ട് നീ പോകും, നീ ഒരു പെണ്ണ് കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വഴിക്ക് നീ അങ്ങ് പോകും, അത് നിന്റെ ഒരു ക്യാരക്ടറാ. ആ
ആ ഇളയ ചിറക്കം മാത്രമേ അവസാന കാലത്ത് ഞങ്ങൾക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി നിൽക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ പെമ്മക്കളെ പറയും, നീ 2 ആൺമക്കളും ഞങ്ങളെ നോക്കത്തില്ല, ആ പെങ്കൊച്ചു മാത്രമേ അതിനെ കെട്ടിച്ചു വിട്ടാലും അത് തിരിഞ്ഞു വന്ന് ഞങ്ങളെ നോക്കിക്കോളും, നിന്നെ 2 എണ്ണവും നീ തിരിഞ്ഞു നോക്കത്തില്ല എന്ന് മാതാപിതാക്കൾ പറയും. പക്ഷെ സ്നേഹമുള്ള മാതാപിതാക്കൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചോറ് വിളമ്പുമ്പം എന്നാ പെങ്കൊച്ചിന് മാത്രം ചോറ് വിളമ്പിയാൽ മതി, ആ 2 ആമക്കളും നമ്മളെ നോക്കാത്തതല്ലേ, എന്നാ പിന്നെ തിരിഞ്ഞു നോക്കണ്ടേ, 2 എണ്ണത്തെയും കൂതറകളാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ആഹാരം കൊടുക്കുന്നതിനകത്ത് വല്ല കുഴപ്പവും കുറവും വരുത്തിക്കുവോ? അവരെ സംരക്ഷിക്കുന്നതിനകത്ത് വല്ല കുറവും വരുത്തിക്കുവോ? അവരെ വീട്ടിൽ നിന്ന് തന്നെ അടിച്ചിറക്കുവോ? നീ 2 ഞങ്ങളെ നോക്കത്തില്ല, എന്നാ പിന്നെ ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ വീട്ടിൽ നിന്ന് പറഞ്ഞ് അടിച്ചിറക്കുവോ മാതാപിതാക്കള്? ലോജിക്കോടുകൂടി ചിന്തിക്കേണ്ടേ പ്രിയ സഹോദരങ്ങളെ നിങ്ങള്? അപ്പോൾ മാതാപിതാക്കൾക്ക് അറിയാമെങ്കിലും മാതാപിതാക്കൾ മക്കളെന്നുള്ള സ്നേഹത്തിൽ, അവർ മക്കളെന്നുള്ള സ്നേഹത്തിലാണ് കരുതുന്നത്. മക്കൾ ഇങ്ങോട്ട് എന്നെ സ്നേഹിക്കുന്ന മക്കളാകുമെന്നോ, ഇങ്ങോട്ട് എന്നെ സ്നേഹിച്ചാലേ ഞാൻ അങ്ങോട്ട് സ്നേഹം കൊടുക്കത്തോളെന്നോ ഒന്നുമല്ല മാതാപിതാക്കളുടെ സ്നേഹത്തിന്റെ ആഴം എന്ന് പറയുന്നത്. ഇസ്രായേലിനെ ദൈവം സ്നേഹിച്ചത്, ഇസ്രായേൽ ഇങ്ങോട്ട് സ്നേഹിച്ചാൽ ഞാൻ സ്നേഹിച്ചോളാം, ഇങ്ങോട്ട് എന്നെ ദൈവത്തിൽ നിന്ന് വിളിച്ചാൽ ഞാൻ അങ്ങ് അവരെ അനുഗ്രഹിച്ചോളാം. ചൂട് പോകുന്നതിന് ഒന്ന് വിഴുങ്ങിയത് അതുണ്ടാക്കി. അങ്ങനെയല്ല ദൈവം ഇസ്രായേലിനെ സ്നേഹിച്ചത്. ദൈവം ഇസ്രായേലിനെ സ്നേഹിച്ചത് ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് ഇസ്രായേലിന്റെ ഓടുള്ള സ്നേഹമാണ് ദൈവത്തിന്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവർ എന്നോട് മത്സരിക്കുന്നു. കാളതന്റെ ഉടയവനെ, കഴുതന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നല്ലോ, എൻ ജനം അറിയുന്നില്ല. അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നവർ ദൈവമാരെന്ന് അറിയുന്നില്ല. അപ്പോൾ ഈ അമ്മയും അച്ഛന്റെയും പരാതി പോലത്തെ പരാതിയാ കർത്താവ് പറയുന്നത്. തള്ളയും തന്നെയും പറയത്തില്ലേ, ഈ 2 എണ്ണവും പെറ്റ തള്ളയാണെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കത്തില്ലേ ഈ 2 എണ്ണവും? ഇപ്പോഴേ അനുസരണം കെട്ട് നടക്കുക ഈ 2ഉം. ആ പെങ്കൊച്ചിനെ ഇത്തിരിയെങ്കിലും സ്നേഹവും കരുണയും ഉള്ളത് എന്ന് പറയുമ്പോൾ മക്കൾ പറയും, പിന്നെ പെങ്കൊച്ചിന് മാത്രം സ്നേഹം, അത് അവള് ശ്രീധരൻ അടിച്ചു മാറ്റാൻ വേണ്ടി നിങ്ങളുടെ കൂടെ ഒട്ടി നിൽക്കുന്നതല്ലേ എന്ന് ആൺപിള്ളേർ തിരിച്ചു പറയും. അത് നിന്റെ ഇടത്തിൽ സ്വഭാവം വെച്ചിട്ട് ആർക്കും അറിയാവിടാ എന്ന് തള്ളമാര് പറയാറുണ്ട്. കാരണം വെച്ചാൽ അവര് കണ്ട് ആ സ്വഭാവത്തിൽ മനസ്സിലാക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് അവരുടെ തള്ളമാർക്ക് സ്നേഹം കുറയുമെന്നാണ് അതിനർത്ഥം. ഒരു കാലത്തുമില്ല. ഒരു പക്ഷേ മാതാപിതാക്കൾ മരിക്കുന്നതിന് മുൻപേ അവരെന്ത് ചെയ്യുമായിരിക്കും? ഈ മകൻ ചിലപ്പോൾ മാതാപിതാക്കളെ നോക്കാതെ അവൻ ഇവര് പറഞ്ഞതുപോലെ തന്നെ ഇട്ട് കളഞ്ഞിട്ട് പോകുന്ന സമയത്ത് മരണത്തിന് മുമ്പേ അവരുടെ അവകാശം എഴുതി കൊടുക്കുന്ന കൂട്ടത്തിനകത്ത് പെൺകുട്ടിക്ക് കുറച്ച് അധികപ്പറ്റ് എഴുതി കൊടുത്തെന്നിരിക്കും. അവസാന കാലത്ത് അവൾ നോക്കിയത് കൊണ്ട്. മനസ്സിലായോ? അല്ലെങ്കിൽ തന്റെ സ്വത്തുകൾ മുഴുവനും പെൺകുട്ടിക്ക് കൊടുത്തെന്നിരിക്കും. അത് അവസാന കാലത്താണ്. അല്ലാതെ അതിന് തുടക്കമേ ഇത് മനസ്സിലാക്കി എന്നുള്ളതിന്റെ പേരും പറഞ്ഞുകൊണ്ട് അവരെ അടിക്കാനോ ദ്രോഹിക്കാനോ അവരുടെ അവകാശത്തിൽ നിന്ന് അവരെടുത്തു കളയുവാനോ മാതാപിതാക്കൾ ശ്രമിക്കാറില്ല. അതിലേക്ക് അവർ എത്തിപ്പെടുമ്പോൾ മാത്രമേ അത് ചെയ്യാറുള്ളൂ. അപ്പൊ അതുപോലെ ഇസ്രായേലിന് ദൈവം തിരഞ്ഞെടുത്ത് 1,44,000 പേര് അവിടെ ഇരിക്കട്ടെ. പക്ഷെ ഇപ്പോഴും ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ജനമാണ്, തന്റെ മക്കളാണ്. ഇതിൽ കുറെ എണ്ണം വഷളായി പോകുമെന്നുള്ളത് ദൈവത്തിനറിയാം, ഇതിൽ കൈവിട്ടു പോകുമെന്നുള്ളതും ദൈവത്തിനറിയാം. എന്നാ നീയൊക്കെ കൈവിട്ടു പോകുന്നത് അതുകൊണ്ട് നിന്നെ ഒന്നും ഞാൻ അനുഗ്രഹിക്കാൻ പോകുന്നില്ലടാ, നിന്നെയൊക്കെ ഞാൻ ശിക്ഷിക്കാൻ പോകുന്നടാ എന്ന് കർത്താവ് ഇപ്പോഴേ പറയാറില്ല അവരോട്. അവരെയും ദൈവം കൈവെള്ളയിൽ തന്നെയാണ് കൊണ്ട് നടക്കുന്നത്. ഈ മക്കൾക്ക് കൊടുക്കുന്ന അതേ അവകാശം തന്നെയാണ് അവർക്കും കൊടുക്കുന്നത്. പക്ഷെ അവസാന നാളുകളിൽ വരുമ്പോഴായിരിക്കും ഈ പിന്മാറിപ്പോയ വർഗങ്ങൾക്ക് ചിലപ്പം അവകാശം ഇല്ലാണ്ടാക്കി അതിന് അർഹതപ്പെട്ടവർക്ക് അവകാശം കൊടുക്കുന്ന അവസാന സമയത്താ. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് യഹൂദനെന്ന് പേർ പറയുന്നവരെ, യഹൂദൻ അല്ലാതിരിക്കെ യഹൂദൻ എന്ന് പേർ പറഞ്ഞുകൊണ്ട് സാത്താന്റെ പള്ളിയിലുള്ള കുറച്ചെണ്ണങ്ങളുണ്ട്. അത് യഹൂദനെന്ന് പേരും പറഞ്ഞ് യഹൂദൻ അല്ലാതിരിക്കുന്നവനാ, അല്ലാതെ യഹൂദനല്ല, യഹൂദൻ അല്ലാതിരിക്കുന്നവനാണത്. അപ്പോൾ നിങ്ങൾ യഹൂദന്മാരായ 1,44,000 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. പിന്നെയോ യഹൂദന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നേ പ്രാർത്ഥിക്കാവൂ, ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നേ പ്രാർത്ഥിക്കാവൂ, യെരുശലേമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നേ പ്രാർത്ഥിക്കാവൂ. പറഞ്ഞ മനസ്സിലായോ? അല്ലാതെ നിങ്ങൾ യഹൂദന്മാരായ 1,40,000. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. ഞാൻ പലവട്ടവും ഈ മകൻ ദാവീദിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തന്നതാ പ്രിയ സഹോദരങ്ങളെ. പറഞ്ഞു തന്നിട്ടും തലച്ചോറിൽ കയറാത്ത കുറെ ഊളവർഗ്ഗങ്ങള് ഇപ്പോഴും ഉള്ളതിനെ ഓർത്ത് ഭയങ്കര ദുഃഖമുണ്ട് എനിക്ക്. കുറെ കാര്യങ്ങൾ
ഞാൻ പല ആവർത്തി ഈ മകൻ ദാവീദ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായോ? ദാവീദിന്റെ നക്ഷത്രം. അപ്പോൾ ഇന്നും ഇത് ഇലുമിനാറ്റുകളുടെ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട്. അത് കേവലം ഊളകളെന്ന് മാത്രമേ എനിക്ക് പറയാൻ നിർവാഹമുള്ളൂ. വിവരം കെട്ട കുറെ ഊളകൾക്ക് മാത്രമേ ആ ബോധം വരത്തുള്ളൂ. നല്ല ബുദ്ധിയും ബോധം ഉള്ളവർക്ക് ഇത് മനസ്സിലാകും. ഞാൻ കാരണം മനസ്സിലാകാനുള്ള രീതിക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. മനസ്സിലായോ? ഞാൻ മനസ്സിലാകാത്ത രീതിയിൽ ആർക്കും ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഞാൻ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ നാളുകളിലെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങളെ തെറ്റിക്കുവാൻ വേണ്ടി നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പലതും എഴുന്നേക്കും. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങളെ തെറ്റിക്കുവാൻ വേണ്ടിയിട്ട് അറിവും ബോധവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ പലതും എണീറ്റ് വരും. അതിനെയൊക്കെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ദുഃഖിക്കണ്ട. കാരണം ഞാൻ പലവട്ടവും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പല കാര്യങ്ങളും വളരെയധികം മനസ്സിലാക്കിയിട്ട് വളരെയധികം കൃത്യതയോടുകൂടി ആ കാര്യങ്ങളെ ഗ്രഹിച്ചതിന് ശേഷം മാത്രമേ ഞാൻ നിങ്ങളിൽ എത്തിക്കാറുള്ളൂ. ഞാൻ ആദ്യം ആ വിഷയത്തെക്കുറിച്ച് കുറച്ച് പഠിക്കാറുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഇപ്പോഴും അത് ഇലുമിനാറ്റിയുടേതാണ്. സോറി പ്രിയ സഹോദരങ്ങളെ, കട്ടായി പോന്നേ. അതിപ്പോഴും ഇലുമിനാറ്റിയുടെയാണ്, സാത്താന്റെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലതെണ്ണം ഇപ്പോഴും സംസാരിക്കാറുണ്ട്. അത് ഇസ്രായേലിനെ കുറിച്ചുള്ള അറിവും ബോധവും ഇല്ല. കട്ടായി പോയി. ഓക്കെ, അത് ഇസ്രായേലിനെ കുറിച്ചുള്ള യാതൊരു ബോധവും ഇല്ലാത്ത കുറെ എണ്ണങ്ങളാണ് ഈ ഊളകൾ എന്ന് പറയും. ഊളകൾ എത്ര പറഞ്ഞു കൊടുത്താലും തലച്ചോറിൽ കയറാത്ത കുറെ ഊളകൾ ഇറങ്ങിയിട്ടുണ്ട്. മനസ്സിലായോ? ഞാൻ എത്ര പറഞ്ഞു കൊടുത്താലും തലച്ചോറിൽ കയറാത്ത കുറെ ഊളകൾ. ഇതാണ് ഇസ്രായേലിന്റെ സ്റ്റാർ. നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പിശാച് വളരെയധികം തന്ത്രപരമായിട്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരും. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഈ ഇസ്രായേലിന്റെ സ്റ്റാർ എന്ന് പറയുന്നതിനെ സൈത്താനികമാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലർ ശ്രമിക്കുന്നുണ്ട്. വചനത്തിൽ അവർ നക്ഷത്രദേവനെ പിൻചൊല്ലി അവർ നക്ഷത്രങ്ങളെ തലയിൽ തൂക്കി വെച്ചിട്ട് നക്ഷത്രദേവനെ തലയിൽ തൂക്കി വെച്ച് അവർ വർഷിപ്പ് ചെയ്യുന്നു എന്നൊക്കെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നക്ഷത്രദേവനെ തൂക്കി തലയിൽ വെച്ചിട്ടുണ്ടെന്ന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പോൾ ഇസ്രായേലിന്റെ സ്റ്റാർ എന്ന് പറയുന്നത് അന്നും ഇസ്രായേൽ മക്കൾ നക്ഷത്രദേവനെ തലയിൽ തൂക്കി വെച്ചതുകൊണ്ട് ഇന്നും അവർ നടത്തുന്നത് ഒരു ഇലുമിനാറ്റി വർഷിപ്പിന്റെ ഭാഗമായിട്ട് ഇസ്രായേലിന്റെ മകൻ ദാവീദ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ഈ സ്റ്റാർ ഇസ്രായേലൊന്നും പൊക്കി തലയിൽ തൂക്കി വെച്ച് ആരാധിച്ച് കൊണ്ട് നടക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഈ സ്റ്റാർ പറഞ്ഞ മനസ്സിലായോ? ഇതിനകത്ത് നിങ്ങൾക്ക് 6 മൂല കാണാൻ പറ്റും. 1, 2, 3, 4, 5, 6. അപ്പോൾ ഈ 6 മൂലയാണ് സാധാരണ ഇവരെന്ത് ചെയ്യുന്നത്, ഈ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. കാരണം ഈ 6 എന്നുള്ള സംഖ്യ കേൾക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് അത് സാത്താനികമാണെന്നൊക്കെ ഒരു തോന്നൽ മനുഷ്യർക്കുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ഇസ്രായേലിന്റെ 6 മൂലയുള്ള സ്റ്റാർ എന്ന് പറയുന്നത് സാത്താനികമാണ് എന്നുള്ള രീതിയിൽ പഠിപ്പിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ മോഡലിൽ തന്നെ ഡിസൈൻ ഇരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സ്റ്റാറിന് പലതരത്തിലുള്ള മോഡൽ ഡിസൈനാണ്. സ്റ്റാറുകൾ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇങ്ങനെ 5 മൂലയിലുള്ളത്, 6 മൂലയിലുള്ളത്, 7 മൂലയിലുള്ളത്, ഇങ്ങനെ മൂല കൂർത്തത് മാത്രമായിട്ട് സ്റ്റാറിനെ നിങ്ങൾ കാണരുത്, തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയാണ് നമ്മളെ കാണിച്ച് മനസ്സിലാക്കി തന്നിരിക്കുന്നത്. അങ്ങനെയാണ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൂല കൂർത്ത് ഇങ്ങനെ ഇരിക്കുന്നതിനെയാണ് സ്റ്റാർ എന്നാണ് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചും നമ്മൾ കണ്ടു മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. സ്റ്റാർ പല മോഡലിലും പല രീതിയിലും പല രൂപത്തിലും നമുക്ക് സ്റ്റാറിനെ കൈകാര്യം ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഈ കാണുന്ന 6 മൂലയ്ക്കകത്ത് നിങ്ങൾ നടുക്ക് നിങ്ങൾക്ക് കണ്ടോ? ഇസ്രായേലിനകത്ത് നടുക്ക് ഒരെണ്ണം കണ്ടോ? ഇങ്ങനെ കാണുന്ന കണ്ടോ? ഈ മോഡല് കണ്ടോ? ഒരു വര ഇങ്ങോട്ട്, 20 വര ഇങ്ങോട്ട്, ഇതൊരു വരയിട്ട് ഇങ്ങോട്ട് വര, ഇങ്ങോട്ട് വര, ഇങ്ങോട്ട് വര. ഈ നടുക്ക് കാണുന്ന ഒരു മോഡൽ കണ്ടോ? അതും ഒരു സ്റ്റാർ ആണ്. കണ്ടോ? ഈ നടുക്ക് കണ്ടോ?
ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇരിക്കുന്നുണ്ടോ? ഇങ്ങനെ 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 ഇങ്ങനെ, അതും നടുക്കും ഒരു സ്റ്റാർ ആണത്. മനസ്സിലായോ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇസ്രായേലിന്റെ സ്റ്റാർ ഇങ്ങനെ ഇരിക്കുന്നത്? ഇത് ആരുടെ സ്റ്റാർ ആണ്? ആരാണ് ഈ സ്റ്റാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ഇതിന്റെ പേര് തന്നെ മകൻ ദാവീദ് എന്നാണ് ഈ സ്റ്റാറിന് പറയുന്ന പേര്. മകൻ ദാവീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാവീദിന്റെ പരിച. അപ്പോൾ എന്തുകൊണ്ട് ദാവീദിന്റെ പരിചയം എന്ന് പറയാൻ കാരണം, ദാവീദ് യുദ്ധത്തിന് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന പരിചയ്ക്കകത്ത് ഉള്ളതാണ് ഈ സ്റ്റാർ എന്ന് പറയുന്നത്. ഈ ചിഹ്നമാണ് ദാവീദിന്റെ പരിചയ്ക്കകത്ത് ദാവീദ് വെച്ചുകൊണ്ടിരുന്നത്. ദാവീദിന്റെ മുദ്രമോതിരം, അതിനകത്തും ഉണ്ടായിരുന്ന ഒരു സിമ്പലാണ് ഈ സ്റ്റാർ എന്ന് പറയുന്നത് തന്നെ. എന്തുകൊണ്ട് ദാവീദ് തന്റെ പരിചയ്ക്കകത്തും തന്റെ മുദ്രമോതിരത്തിനകത്തും ഈ സ്റ്റാർ സിമ്പൽ കൊണ്ടു നടന്നു എന്നുള്ളത് ഇവിടെ ഒരു ചോദ്യചിഹ്നമാണ്. എന്തുകൊണ്ടത് ദാവീദ് കൊണ്ടു നടന്നു എന്നുള്ളതിനെ കുറിച്ച് അതിന് നിങ്ങൾ 91 സങ്കീർത്തനം നിങ്ങൾ വായിക്കണം. 91 സങ്കീർത്തനം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ദാവീദ് പറയുന്ന ഒരു കാര്യം കുറച്ച് കബലയാണ്. കബല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ? കബല എന്ന് പറയുന്നത് കുറച്ച് ആഭിചാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് കബല എന്ന് പറയുന്നത് തന്നെ. ഈ ലോകത്തിന്റെ പൈശാചിക ശക്തിയുടെ എന്തു പറയുന്ന വലിയൊരു വാഴ്ച എങ്ങനെയാണ് നടക്കുന്നത്, പൈശാചിക ശക്തിക്ക് എങ്ങനെ ലോകത്തെ ആവാഹിക്കാൻ പറ്റും, അത് ഏത് തരത്തിലേക്ക് ലോകത്തിൽ ആവാഹിച്ച് പൈശാചിക ശക്തിക്ക് വരാൻ പറ്റും. ഈ കബലയെ കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പിശാചിനെ അടക്കി വാഴാനുള്ള ഒരു മനുഷ്യനൊരു പിശാചിനെ അടക്കി വാഴാനുള്ള സകല കാര്യങ്ങളും ഈ കബലയ്ക്കകത്തുണ്ട്. അതോടൊപ്പം തന്നെ പിശാചിനെ കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യിക്കാനുള്ള കാര്യങ്ങളും ഈ കബലയ്ക്കകത്തുണ്ട്. ഈ കബല എന്ന് പറയുന്നത് യഹൂദന്മാര് എന്താ പറഞ്ഞ ഈ കബലയെ കുറിച്ച് കൂടുതൽ അറിവുള്ളവരായിട്ട് യഹൂദന്മാര് എന്താ പറയുന്ന മാറിയത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെബൂഖദ്നേസർ രാജാവിന്റെ കാലഘട്ടത്തിന് ശേഷമാണ് യഹൂദന്മാർ കൂടുതൽ ഈ കബലയെ എന്താ പറയുന്ന ആദ്യകാലങ്ങളിൽ കബല ഉപയോഗിച്ചിരുന്നത് സാത്താനെ അടക്കി വാഴാനായിട്ടും സാത്താന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടും സാത്താനെ എന്താ പറയുന്ന ശത്രുവായി കണ്ടുകൊണ്ട് അവനോട് പൊരുതി ജയിക്കാനുമുള്ള തന്ത്രങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യകാലങ്ങളിൽ കബല ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിൽക്കാലത്ത് എപ്പോഴാണോ ഇവര് ഇസ്രായേൽ മക്കൾ നെബൂഖദ്നേസർ രാജാവിന്റെ കാലഘട്ടത്തിൽ ഇവരെ ബാബിലോണിൽ പിടിച്ചുകൊണ്ട് പോയോ അതിനുശേഷം ഈ കബലയ്ക്കകത്ത് കുറച്ചുകൂടി ബാബിലോണിയ ആഭിചാരവും കൂടി കടന്നു കയറിയതിനു ശേഷം ഈ കബല കൊണ്ട് ആഭിചാരം ചെയ്യാൻ തുടങ്ങി. പണ്ട് കബല കൊണ്ട് ആഭിചാരം ചെയ്യില്ലായിരുന്നു. പണ്ട് കബല കൊണ്ട് എന്ത് ചെയ്യുമായിരുന്നു? ഈ ശത്രുവിനെ അടക്കി വാഴാൻ, ഈ പിശാചിനെ നിയന്ത്രിക്കുവാനുള്ള ശക്തിയും ഈ പിശാചിന് ഭൂമിയുടെ മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടിരുന്ന ആധിപത്യത്തെ എതിർത്ത് നിൽക്കാനുള്ള ശക്തിയുമായിരുന്നു കബലയിൽ നിന്നും ആദ്യകാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്നത് തന്നെ. പിൽക്കാലത്താണ് പിന്നീട് എന്ത് ചെയ്തത്? കബല ബാബിലോണിലേക്ക് ചെന്നതിന് ശേഷം ഈ കബലയിലോട്ട് കുറച്ച് ആഭിചാരം കയറി വന്നു. അങ്ങനെ ആഭിചാരം കയറി വന്നതിന് ശേഷം പിന്നീട് ഈ കബല ഉപയോഗിച്ചുകൊണ്ട് പിശാചിനെ വെച്ചുകൊണ്ട് ആഭിചാര ക്രിയകൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ കബലയ്ക്ക്. അത് ഞാൻ പിന്നീട് ഒരിക്കൽ വിശദമായിട്ട് ഈ കബല എന്താണ്, കബല കൊണ്ട് എന്താണ് പിൽക്കാലത്ത് ഉണ്ടായത്, കബല എന്താണ്, ഇപ്പോഴും യഹൂദന്മാർ എന്തുകൊണ്ട് കബല പഠിക്കുന്നുണ്ട്, അവർ എന്തിനു വേണ്ടിയിട്ട് അത് പഠിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം. ഓക്കെ. അപ്പോൾ ഈ കബലയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ച് 91 സങ്കീർത്തനത്തിനകത്ത് പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്ന ഇപ്രകാരമാണ്: അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ കർത്താവിനെ കുറിച്ച് അവിടുന്ന് എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അവിടുന്ന് നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറയ്ക്കും. അവിടുത്തെ ചിറകിൻ കീഴിൽ നിനക്ക് ശരണം പ്രാപിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. അവിടെ ശ്രദ്ധിച്ചു കേട്ടോണം. അവിടുത്തെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. ഓക്കെ, പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. കർത്താവെ, അവിടുന്ന് എന്റെ സങ്കേതമാകുന്നു. അവിടുന്ന് അത്യുന്നതനെ അവിടുത്തെ വാസ്തലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവിടുന്ന് നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും.
നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടി ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. എല്ലാവർക്കും അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ് ഈ 91 സങ്കീർത്തനം. കാരണം ഓരോ ക്രിസ്ത്യാനിയുടെ ഭവനത്തിലും ഈ 91 സങ്കീർത്തനം വായിക്കാതെ ആരും തന്നെ എന്ത് ചെയ്യാറില്ല, പലപ്പോഴും ഉറങ്ങാറില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. പക്ഷേ ഈ 91 സങ്കീർത്തനത്തകത്ത് കുറെ കബലയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ മറിഞ്ഞു കിടപ്പുണ്ട്. ഇതൊന്നും പലപ്പോഴും ക്രിസ്ത്യാനിക്ക് അറിയാത്തൊരു കാര്യമാണ്. ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്. അതായത് രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും, അതിന് മുമ്പൊരു വാക്യം പറയണം, തന്റെ തൂവലുകൾ കൊണ്ട് അവിടെ നിന്നെ മറയ്ക്കും. അവിടുത്തെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് പരിചയും പലകയുമാകുന്നു. അപ്പോൾ ഈ പരിചയും പലകയുമാണ് ബാക്കിയുള്ള കാര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. പിടികിട്ടിയോ? ഞാൻ പറഞ്ഞ പിടികിട്ടിയോ? അതായത് 5-ാമത്തെ 6-ാമത്തെ വാക്യം 4-ാമത്തെ വാക്യത്തിൽ പറയുന്ന തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറയ്ക്കും. അവിടുത്തെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് പരിചയും പലകയും ആകുന്നു. അപ്പോൾ ഈ പരിചയും പലകയുമാണ് എന്ത് ചെയ്യുന്നത്? നിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വിടുവിക്കാൻ പോകുന്നത്. ആ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും. അപ്പോൾ ഈ പരിചയമാണ് ഈ അസ്ത്രം വരുമ്പോഴത്തേക്കും അതിനെ എന്ത് ചെയ്യുന്നത്? വെട്ടുന്നത്. മനസ്സിലായി? തടയുന്നത്. അപ്പോൾ രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. അപ്പോൾ എന്താണ് ഈ രാത്രിയിലെ ഭയം? അപ്പൊ ഇവിടെ എന്തോ ദാവീദ് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ദാവീദ് എന്തോ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. രാത്രിയിലെ ഭയത്തെയും ഇരുട്ടിൽ പകൽ പറക്കുന്ന അസ്ത്രത്തെയും. അതുകൊണ്ടാണ് ഈ കബല ഇതിനകത്ത് ഒരുപാട് ഉൾപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ കണ്ണുകളിൽ സാധാരണ ദൃഷ്ടി കൊണ്ട് കാണാൻ കഴിയാത്ത ചില ആഭിചാര ശക്തികൾ നമ്മുടെ ചുറ്റുപാടും സഞ്ചരിക്കുന്നുണ്ട്. പറഞ്ഞ മനസ്സിലായോ? അത് കുറച്ച് ഡീപ്പായ വിഷയമാണ്. അത് പകലൊരിക്കൽ ലൈവിൽ വരുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ പറഞ്ഞു തരാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളുടെ കണ്ണുകൾക്ക് കാണുവാൻ കഴിയാത്ത തരത്തിലുള്ള ചില അന്ധകാര ശക്തികൾ. അതുകൊണ്ടാണ് ഈ ഹിന്ദുക്കൾ ഈ നക്ഷത്രങ്ങളെ വെച്ചുകൊണ്ട് ഇതെന്ത് ചെയ്യുന്നത്? അവര് രാഹുകാലം നോക്കുകയും ഉച്ചയ്ക്ക് ഇത്ര സമയം തിരിഞ്ഞു വേണം നിങ്ങൾ വീട്ടിലേക്ക് ഇന്ന് പുറത്തേക്ക് ഇറങ്ങാൻ എന്നൊക്കെ പറയുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഈ രാഹുകാലം ജ്യോതിഷവും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കബലയുമായിട്ടുള്ള ഒരു കുറെ ബന്ധമാണ് ഈ രാഹുകാലം ജ്യോതിഷവും ഒക്കെ ആൾക്കാർ നോക്കുന്നത്. നമുക്കത് നോക്കേണ്ട കാര്യം ഇപ്പൊ ഇല്ല. കാരണം നമ്മുടെ പരിചയം പലകയുമായി കർത്താവ് ഉള്ളിടത്തോളം കാലം നമ്മൾ അതിനോർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അത് ഒന്നാമത്തെ കാര്യം. പക്ഷേ അത് ഇതിനകമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. സാത്താന്റെ സഞ്ചാരപഥമുണ്ട്. അതായത് പിശാചിന്റെ ഓരോ സമയത്തുള്ള ഓരോ സഞ്ചാരപഥങ്ങളുണ്ട്. ഈ സഞ്ചാരപഥത്തിനനുസരിച്ച് അവന്റെ വീര്യവും അതിന്റെ ആക്കവും കൂടിക്കൊണ്ടിരിക്കും. അവൻ ഏത് സമയത്ത് ഏത് ദിശയിലൂടെ അവന്റെ സഞ്ചാരപഥം പോയിക്കൊണ്ടിരിക്കുന്നോ ആ സഞ്ചാരപഥത്തിനനുസരിച്ച് അവന്റെ ആയുധത്തിന്റെ ബലവും അവന്റെ ഒരു വ്യാപാര ശക്തിയും കുറച്ച് കൂടുതലാണ്. അവന് ആക്രമിക്കാനുള്ള ഒരു ടൈമിങ്. നിങ്ങൾ യുദ്ധം കണ്ടിട്ടില്ലേ? ഈ യുദ്ധം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാൻ പറ്റും. ശത്രുവിന്റെ ശത്രു ഏത് വഴിയിലൂടെ വരുന്നു എന്നൊക്കെ പറഞ്ഞ് എതിർ ദിശയിലുള്ള രാജാക്കന്മാർ നോക്കി വെക്കാറുണ്ട്. ശത്രു ഈ വലത്തോട്ട് വരികയാണോ ഇടത്തോട്ട് വരികയാണോ എന്നൊക്കെ നോക്കി വെക്കാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശത്രു വരുന്ന വഴിക്കനുസരിച്ച് ഇവരുടെ യുദ്ധത്തിനുള്ള കുറച്ച് ആയുധ സേന കുറച്ച് കൂടുതൽ വേണം. അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ശക്തി അവിടെ എടുക്കേണ്ടി വരും ആ പ്ലേസ് വരുന്ന സമയത്ത്. കാരണം അവിടെ പിശാചിന്റെ സഞ്ചാരപഥം കുറച്ചുകൂടി ആക്കം കൊടുക്കുന്ന ഒരു പ്ലേസ് ആയിരിക്കും. ഈ മിഡിൽ ഈസ്റ്റ് എന്തിനാണ് ദൈവം തിരഞ്ഞെടുത്തത്, എന്തുകൊണ്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഈ മിഡിൽ ഈസ്റ്റിനെ തിരഞ്ഞെടുത്തത് എന്നുള്ളതൊക്കെ പിന്നീട് ഞാൻ ഒരു ലൈവിൽ വരുമ്പോൾ പറയാം. അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ്. ഈ കബല എന്ന് പറയുന്നതൊക്കെ ഡീപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം കുറേശ്ശെ നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് എനിക്ക് നിങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത് തരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എനിക്ക് നിങ്ങളെ വാരി വലിച്ച് തീറ്റിക്കാൻ പറ്റില്ല ഈ കാര്യങ്ങളൊന്നും. അതുകൊണ്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് മാത്രമേ പല കാര്യങ്ങളും ഞാൻ പറയാറുള്ളൂ. അതിപ്പോ പറയണമെന്ന് തോന്നിയത് നിങ്ങളെ വഴിതെറ്റിച്ചു കൊണ്ടുപോകാൻ പിശാച് ഊടാടി നടക്കുകയാണ്. അത് ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും വരും പിശാച്. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. അപ്പൊ ഓൾറെഡി ഞാൻ അവിടെ പറഞ്ഞു കഴിഞ്ഞു 4-ാം അധ്യായത്തില്
എന്ത് പറയുന്നത്, അവിടുത്തെ ചിറകിൻ കീഴിൽ അവിടുന്ന് നീ ശരണം പ്രാപിക്കും, അവിടുത്തെ വിശ്വസ്തത നിനക്ക് പരിചയും പലകയും ആകുന്നു. അപ്പോൾ ഒരു പരിചയും പലകയും നിനക്കുണ്ട്. ആ പരിചയം പലകയും നിന്നെ രക്ഷിക്കുന്ന ഏതിൽ നിന്നുകൊണ്ടാണ്? രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. രാഹുകാലവും മറ്റക്കാലവും ഒക്കെ നോക്കിപ്പോകുന്നവർ അനേകരുണ്ട്. അവരെല്ലാം വീണ് വീണ് പോകും, എന്നാലും അത് നിന്നോട് അടുത്തു വരികയില്ല. കാരണം നിനക്ക് പരിചയം പലകയുമായി ആരുണ്ട്? നിന്റെ കർത്താവായ യൂത്ത് വൗഖ് എന്ന് പറയുന്ന സർവശക്തനായ ദൈവം നിനക്കുണ്ട് എന്നുള്ളതാണ് ആര് പറഞ്ഞു കൊടുക്കുന്നത്? ഈ സങ്കീർത്തനക്കാരായ ദാവീദ് പറയുന്നത്. അപ്പൊ ദാവീദ് ഈ ഒരു സങ്കീർത്തനകത്ത് കുറെ കപലമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾ ചുമ്മാ ഇതങ്ങ് അലത്തിയങ്ങ് വായിക്കും. ഇതിന്റെ അർത്ഥമോ പൊരുളോ ഒന്നും ക്രിസ്ത്യാനിക്ക് അറിയത്തില്ല, പെന്തക്കോസുകാർക്ക് ഒട്ടും അറിയത്തില്ല. ഈ ഊളകളൊക്കെ എന്തിനാ ഈ സങ്കീർത്തനം വായിക്കുന്നത്, ഇതിന്റെ പൊരുൾ എന്താന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ദാവീദ് ഇവിടെ പറയുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ടും, ദാവീദ് യുദ്ധം ചെയ്യുന്നത് ഒരു അന്ധകാര ശക്തിയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ അന്ധകാര ശക്തിയുടെ വ്യാപാരം ഏത് ദിക്കിൽ നിന്നും ഏത് ദിശയിൽ നിന്നും എങ്ങോട്ടെന്നുള്ളതും കുറിച്ച് അവിടെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പല ദിക്കിലും ദിശയിൽ നിന്നുമാണ് വരുന്നത്. അപ്പോൾ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് 4 ദിശകൾ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ. പിന്നെ മുകളില്, താഴെ, ഇതാണ് ഭൂമിയും ഈ എന്താ പറയുന്ന യൂണിവേഴ്സും എല്ലാം അടങ്ങിയിരിക്കുന്ന ഈ ഒരു എന്താ പറയുന്ന രീതിയിലാണ്. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? യൂണിവേഴ്സ് മുഴുവനും അടങ്ങിയിരിക്കുന്ന ഒരു എന്താ പറയുന്ന ഒരു മൊത്തത്തിലൊരു പിക്ചർ എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞ പിക്ചറാണ്. യൂണിവേഴ്സൽ എന്ന് പറയുന്ന ഒരു പിക്ചർ. 4 ദിശകളും മുകളിലും താഴെയും. അപ്പോൾ 6 വശങ്ങളിലേക്ക്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത്? അപ്പോൾ യൂണിവേഴ്സൽ എന്ന് പറയുന്നതിനെ നമുക്കൊരു ചിത്രത്തിൽ വരച്ച് കാണിക്കാൻ എങ്ങനെ പറ്റും? നമുക്കൊരു യൂണിവേഴ്സലിനെ പറ്റുന്ന രീതിയാണ് ഞാനിപ്പോൾ പറഞ്ഞ മുകളിലും 4 ദിശകളും മുകളിലും താഴെയും. അതായത് 1, 2, 3, 4 മുകളില് താഴെ. കണ്ടോ? അപ്പോൾ മൊത്തത്തിലാണ് യൂണിവേഴ്സൽ കവർ ചെയ്ത്. കണ്ടോ നിങ്ങൾ ഞാനിപ്പോ പറഞ്ഞേ? അപ്പോൾ ഈ യൂണിവേഴ്സൽ മുഴുവനും കവർ ചെയ്ത് നിൽക്കുന്നത് ഈ 6 മൂലകളാണ്. അതുകൊണ്ടാണ് ഈ മകൻ ദാവീദിന് ഈ 6 മൂലകൾ കൊടുത്തിരിക്കുന്നത്. കണ്ടോ? ഈ 6 മൂലകൾ കാണിച്ചിരിക്കുന്നത് അതിന്റെ ഒരു പിക്ചർ ലോകത്തിൽ, അതായത് ഈ ലോകത്തെ മുഴുവൻ, യൂണിവേഴ്സലിനെ മുഴുവനെയും കവർ ചെയ്യുന്നതായിട്ടാണ് ഈ മകൻ കാണിക്കുന്നത്. ഈ മകൻ ദാവീദ് എന്ന് പറഞ്ഞ ദാവീദിന്റെ ഈ സ്റ്റാർ കാണിക്കുന്നത് അതിനെ കുറിക്കുന്നതാണ്. ഇതിന്റെ നടുക്ക് നിങ്ങൾക്ക് ഒരു സ്റ്റാർ കാണാം. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇതിന്റെ നടുക്ക് ഒരു സ്റ്റാർ നിങ്ങൾക്ക് കണ്ടോ? ഈ മെത്തേഡിൽ നിങ്ങൾക്കൊരു സ്റ്റാർ കാണാം. സ്റ്റാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മൂലകൾ ഉള്ളത് മാത്രമേ സ്റ്റാർ എന്ന് ചിന്തിക്കരുത്. സ്റ്റാർ എന്ന് പറയുന്നതിന്റെ വശങ്ങൾ വേറെ തരത്തിലിരിക്കും, അതിന്റെ മോഡൽ വേറെ ആയിരിക്കും. പക്ഷെ ഇതിന്റെ നടുക്ക് കണ്ടോ ഇങ്ങനെ ഒരു സിമ്പിൾ കാണുന്നുണ്ടോ? ഇതൊരു സ്റ്റാർ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ നടുക്ക് ഒരാൾ നിപ്പുണ്ട്. ഈ യൂണിവേഴ്സലിനെ മുഴുവനെയും, ഈ യൂണിവേഴ്സലിൽ മുഴുവനും ഈ പിശാചിന്റെ ശത്രുവിന്റെ എന്താ പറയുന്ന വ്യാപാര ശക്തി ഉച്ചയ്ക്കും പകലും അവിടുന്നും ഇവിടുന്നും രാത്രിയും പകലും ദിശകൾ മാറിയും മുകളിൽ നിന്ന് താഴോട്ടും താഴെയിൽ നിന്ന് മുകളിലോട്ടും സൈഡിൽ നിന്നും ഇടത്തോട്ടും ഇടത്തുനിന്ന് വലത്തോട്ടും ഇങ്ങനെ ദിശകൾ മാറി അന്ധകാര ശക്തിയുടെ വ്യാപാര ശക്തി വളഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അതിന്റെ നടുക്ക് ഒരു വ്യക്തി നിൽപ്പുണ്ട്. അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ യഹോശുവ ഹമശിഹ എന്ന് പറയുന്നത്. ആ നമ്മുടെ കർത്താവ് ആ നടുക്ക് നിൽക്കുകയാണ്. ആരോട് പൊരുതാനായിട്ട്? ഈ സാത്താനോട് പൊരുതാനായിട്ട്. അങ്ങനെ നമ്മുടെ കർത്താവ് ആ സാത്താനോട് പൊരുതുന്നത് കൊണ്ട് നിങ്ങൾക്ക് പേടിക്കാനില്ല. അതാണ് ദാവീദ് സങ്കീർത്തനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നിനക്ക് പേടിക്കാൻ ഒന്നുമില്ല. കാരണം നിന്റെ ഈ എല്ലാ ദിശകളിലൂടെയും എല്ലാ വശങ്ങളിലൂടെയും സാത്താൻ നിങ്ങളെ ഫൈറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം അതിന്റെ സെന്ററിൽ ഇതിനെയെല്ലാം തടുത്തു കളയുവാൻ, ഇതിനെയെല്ലാം വെട്ടിയിടുവാൻ, ഈ വരുന്ന പിശാചിന്റെ എല്ലാ വശങ്ങളിലൂടെയും നിങ്ങളെ തകർക്കാൻ വേണ്ടി വരുന്ന ശത്രുവിന്റെ ആയുധബലത്തെ നശിപ്പിച്ചു കളയുവാൻ ആ സെന്ററിൽ ആരിരിപ്പുണ്ട്? നിങ്ങളുടെ സാക്ഷാൽ ദൈവം, നിങ്ങളുടെ യഹോശുവ മശിയാഹ് എന്ന് പറയുന്ന ആ സാക്ഷാൽ ദൈവം തന്നെ അവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണ് ഈ ഒരു എന്തിലൂടെ? നമ്മുടെ ദാവീദ് ഈ സംഖ്യത്തിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് ദാവീദ് ഒരു പിക്ചറാക്കി, ഒരു സ്റ്റാർ ആക്കി. ദാവീദ് അതിനെ സിംബോളിക്കലായിട്ട് മനുഷ്യർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ദാവീദിന്റെ പരിചയിൽ ഈ ചിഹ്നം ഈ സ്റ്റാർ ദാവീദ് കൊണ്ടു നടന്നത്.
മനസ്സിലായി? അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ദാവീദ് ആ തോട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിംബോളിക്കലായിട്ട്, അതായത് കർത്താവിന്റെ ദിവസം എന്ന് പറയുന്നത് 7-ാം ദിവസമാണ്. ശബാത്ത് ദൈവത്തിന്റെ വിശ്രമ ദിവസം എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ വിശ്രമ ദിവസത്തെ സിംബോളിക്കലായിട്ട് മനുഷ്യർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശബാത്തിനെ നിങ്ങൾ ഫോളോ ചെയ്യണം, അത് എന്റെ റെസ്റ്റ് ഡേ ആണ് എന്ന് പറഞ്ഞ് കർത്താവ് പറഞ്ഞു കൊടുക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ദാവീദിന് കബലിലൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിച്ചത്. എന്താണോ ഈ പൈശാചിക അന്ധകാര ശക്തി ലോകത്തിൽ വ്യാപിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് ദൈവം അതിനെ ചെറുത്ത് നിൽക്കുന്നതും അതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്നും സിംബോളിക്കലായിട്ട് ജനത്തിന് മനസ്സിലാക്കി കൊടുക്കാനാണ് ദാവീദ് തന്റെ പരിചയിൽ എന്ത് ചെയ്തത്, ഇങ്ങനെ ഒരു സ്റ്റാർ ദാവീദ് തന്റെ പരിചയിൽ ചിഹ്നമാക്കിയിരുന്നത്. അന്നത്തെ കാലത്ത് ചിഹ്നങ്ങളിലൂടെയും ഒക്കെയാണ് കാര്യങ്ങൾ മനുഷ്യർക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് എന്താ പറയുന്ന ചിഹ്നങ്ങളും കാര്യങ്ങളും എല്ലാം അന്നത്തെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ പിന്നിൽ, ഈ സ്റ്റാറിന്റെ പിന്നിലെ രഹസ്യം ഇതാണ്. അപ്പോൾ ഈ സെന്ററിലെ സ്റ്റാർ ആണ് പ്രധാനപ്പെട്ട സ്റ്റാർ എന്ന് പറയുന്നത് തന്നെ. അതിന് വെളിപ്പാട് പുസ്തകം നിങ്ങൾ 22-ാം അധ്യായം ഒരു മിനിറ്റ്, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. അതിനകത്ത് പറയാണ്, യഹോശുവ മശിയാഹ് എന്ന ഞാൻ, മനസ്സിലായോ? കർത്താവ് തന്നെ പറയുകയാണ്, യഹോശുവ മശിയാഹ് എന്ന ഞാൻ സഭകൾക്കു വേണ്ടി നിങ്ങളോടിത് സാക്ഷീകരിപ്പാൻ എന്റെ ദൂതനെ അയച്ചു. യഹോശുവ മശിയാഹ് എന്ന ഞാൻ സഭകൾക്കു വേണ്ടി നിങ്ങളോടിത് സാക്ഷീകരിപ്പാൻ എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു. കണ്ടോ? അപ്പൊ ദാവീദിന്റെ ഉദയനക്ഷത്രമാണ് ഞാന്, ദാവീദിന്റെ വംശവും. അവിടെ പറയുകയാണ്, ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു എന്ന് കർത്താവ് അവിടെ പറയുന്നുണ്ട്. എന്താണ് ഈ ശുഭ്രമായ ദാവീദിന്റെ ശുഭ്രമായ ഉദയനക്ഷത്രം നമ്മൾ എടുത്ത് പറയുന്നത്? എടാ, ഞാനൊരു ഉദയനക്ഷത്രം അങ്ങ് കർത്താവിനങ്ങ് പറഞ്ഞാൽ പോരെ? കർത്താവിന് ഞാനൊരു ഉദയനക്ഷത്രം എന്ന് പറഞ്ഞാൽ പോരെ? പക്ഷെ എന്തിനാണ് കർത്താവ് ദാവീദിന്റെ ശുഭ്രമായ ഉദയനക്ഷത്രം എന്ന് എടുത്തു പറഞ്ഞത്? കാരണം ദാവീദിന്റെ കയ്യിൽ ഈ സ്റ്റാർ ഉണ്ടായിരുന്നു. ഈ സ്റ്റാറിനകത്ത് ദാവീദ് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചത് എന്താണ്? ഈ യൂണിവേഴ്സിനെ മുഴുവനെയും അടക്കി ഭരിക്കുന്ന അന്ധകാര ശക്തികൾ നിങ്ങൾക്ക് ചുറ്റും യുദ്ധത്തിനായി പുറപ്പെട്ടു വന്നാലും യഹോശുവ മശിയാഹ് എന്ന് പറയുന്ന സർവശക്തനായ ദൈവം അതിന്റെ സെന്ററിൽ നിന്നുകൊണ്ട് സകല അന്ധകാര ശക്തികളുടെ മേലും പോരാട്ടം കഴിക്കുന്നത് കൊണ്ട് നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് ദാവീദ് സിംബോളിക്കലായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്നതാണ് ഈ സ്റ്റാർ എന്ന് പറയുന്ന പരിചയ്ക്കകത്തിരുന്ന ഈ സ്റ്റാർ. മനസ്സിലാകുന്നുണ്ടോ? അതിനകത്തൊരു തോട്ടുണ്ട്. അതാണ് അതിന്റെ ലക്ഷ്യം. ഇന്റൻഷൻ എന്ന് പറയുന്നത് എപ്പോഴും അതിനകത്തൊരു വിഷയമാണ്. നിങ്ങൾ അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ദാവീദ്, ഇത് ആരാ സാക്ഷ്യം പറയുന്നത്? കർത്താവ് തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. കർത്താവ് തന്നെ പറയുകയാണ്, ഞാൻ ആരാണ്? ഞാൻ യഹോശുവ മശിഹ എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ പേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു. ദാവീദിന്റെ ഉദയനക്ഷത്രം എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എടുത്തെടുത്ത് കോമയിട്ട് പറയുന്നത് ദാവീദിന്റെ പേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവും എന്ന് പറഞ്ഞുകൊണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ കർത്താവ് നമ്മുടെ ദാവീദ് എന്താണോ പറഞ്ഞത് അതാണ് ഞാനാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആ ദാവീദ് തന്റെ പരിചയ്ക്കകത്തൊരു സ്റ്റാർ വെച്ചിട്ടുണ്ട്. ആ സ്റ്റാർ എന്ന് പറയുന്നത് അത് സിംബോളിക്കലായിട്ട് വെച്ചുവെങ്കിലും ആ സിംബോളിക്കലായിട്ട് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ഉദയനക്ഷത്രം ഞാൻ തന്നെയാണ് എന്നാണ് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത് അവിടെ പറയുന്നത്. മനസ്സിലായോ? ഈ പിശാചിനെ പറയുന്ന ഒരു അരുണോദയപുത്രനായ ശുക്ര എന്ന് പറഞ്ഞ് പിശാചിനെ പറയുന്നുണ്ട്. അരുണോദയപുത്രനായ ശുക്ര എന്ന് പറഞ്ഞു. ഈ അരുണോദയപുത്രൻ എന്ന് പറയുന്ന ആരാണ്?
അത് ഈ ഉദിച്ചു വരുന്ന സൂര്യനെയാണ് അരുണോദയപുത്രൻ എന്ന് പറയുന്നത്. ഉദിച്ചു വരുന്ന സൂര്യൻ. അതുകൊണ്ടാണ് ഈ സൂര്യ നമസ്കാരം നടത്തുമ്പോഴെല്ലാം സാത്താൻ സേവയായിട്ടത് മാറുന്നത്, സാത്താൻ ആരാധനയായിട്ടത് മാറുന്നത്. സൂര്യ നമസ്കാരം ചെയ്യുന്നത്, സൺഡേ വർഷിപ്പ് എന്ന് പറയുന്നത് സാത്താനികമായിട്ട് മാറുന്നത് എന്തുകൊണ്ടാ? ഈ അരളിക്ക എന്ന് പറയുന്ന ഈ കത്തോലിക്കർ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് ഈ ഓസ്തി കൊടുക്കാൻ വേണ്ടി പറയുമ്പോഴത്തേക്കും എല്ലാവരും തലവണക്കി നമസ്കരിക്കുന്നത് സാത്താൻ ആരാധന നടത്തുകയാണ്. കാരണം ഈ അരളിക്ക എന്ന് പറയുന്നത് ഒരു റൗണ്ടിനകത്ത്, ഒരു വെള്ളയ്ക്കകത്ത്, പിന്നെ സൂര്യന്റെ കിരണങ്ങളെ കാണിച്ചുകൊണ്ടാണ് നടത്തുന്നത്. അതൊരു പൈശാചിക വർഷിപ്പാണ്. അപ്പോൾ അത് സാത്താൻ ആരാധനയായിട്ടത് മാറുകയാണ്. കാരണം അരുണോദയപുത്രനായ ശുക്ര എന്ന് പറഞ്ഞ് പിശാചിനെ അഭിസംബോധന ചെയ്യിച്ചിരിക്കുന്നത് അവൻ ഉദിച്ചു വരുന്ന സൂര്യന് എന്തുവാ സമമായിട്ടാണ് അവരെ കാണിക്കുന്നത്, ഉദിച്ചു വരുന്ന സൂര്യൻ. അതുകൊണ്ടാണ് ഈ അരുണോദയപുത്രനായ ശുക്ര എന്ന് പറയുന്നത്. പക്ഷെ കർത്താവിനെ പറഞ്ഞിരിക്കുന്ന മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞുകൊണ്ടാ. മനസ്സിലായോ? കർത്താവിനെ പറഞ്ഞിരിക്കുന്ന മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്നതും ഈ പിശാചിനെ പറഞ്ഞിരിക്കുന്നതും തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട്. ഇതിനകത്ത് കർത്താവിനെ പറഞ്ഞിരിക്കുന്ന മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ചു കാണത്തില്ല, പക്ഷേ ഒരു വെളിച്ചം അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സൂര്യൻ ഉദിക്കുന്ന സമയത്ത്. മനസ്സിലായോ? സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ നേരം വെളുത്തതിന്റെ ഒരു സൂചന നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പെയാണ് ഈ പക്ഷി മൃഗാദികളെല്ലാം ചിലയ്ക്കാൻ തുടങ്ങുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു, അപ്പോഴാണ് അവർ സ്തുതിച്ചു തുടങ്ങുന്നത്. ഈ സൂര്യൻ ഉദിച്ചതിന് ശേഷമല്ല പക്ഷി മൃഗാദികളെല്ലാം സ്തുതിക്കുന്നത്. ഈ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ എന്ത് ചെയ്യും? പക്ഷി മൃഗാദികളുടെ ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കും. അപ്പൊ നിങ്ങളൊന്ന് ജനലൊന്ന് തുറന്നൊന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്കൊരു വെളിച്ചം കാണാൻ പറ്റും. ആ സമയത്ത് നിങ്ങൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ജനലൊന്ന് തുറന്നു നോക്കിയാൽ നിങ്ങൾക്കൊരു വെളിച്ചം കാണാൻ പറ്റും. മനസ്സിലായോ? ആ വെളിച്ചത്തെ കുറിച്ചാണ്. അതായത് സൂര്യനും ചന്ദ്രനുമല്ല അവിടെ വെളിച്ചം കൊടുക്കുന്നത്, പിന്നെയോ അവിടെ ഒരു നേച്ചറായിട്ടൊരു വെളിച്ചമുണ്ട്. അവിടെ സൂര്യനും കൊടുക്കുന്ന വെളിച്ചമല്ല, ചന്ദ്രനും കൊടുക്കുന്ന വെളിച്ചമല്ല, പിന്നെയോ അവിടെ ഒരു നേച്ചറായിട്ടൊരു വെളിച്ചമുണ്ട്. അതാണ് നമ്മുടെ കർത്താവ് എന്ന് പറഞ്ഞ് വെളിപ്പെടുത്താനാ ആ സ്റ്റാറുമായിട്ട് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കർത്താവിനെ താരതമ്യം ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് വെളിച്ചം അന്ത്യകാലഘട്ടത്തിൽ നിങ്ങൾക്ക് സൂര്യനും ചന്ദ്രനൊന്നും വെളിച്ചം തരേണ്ട കാര്യമില്ല, കർത്താവ് തന്നെ നിങ്ങൾക്ക് വെളിച്ചമായിക്കൊള്ളും. മനസ്സിലായോ? അല്ലാതെ സൂര്യനും ചന്ദ്രനും ഒന്നും നിങ്ങൾക്ക് വെളിച്ചം തരേണ്ട കാര്യമില്ല, അവിടെ കർത്താവ് തന്നെ നിങ്ങളുടെ വെളിച്ചമാണ് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ പിന്നെ കാരണമാണ്. അപ്പോൾ ഇങ്ങനെ ദൈവവചനത്തെ വളരെ ആഴത്തിൽ മനസ്സിലാക്കി പോയാലേ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പലപ്പോഴും എന്ത് ചെയ്യും? ഈ അബദ്ധങ്ങളിൽ പെട്ടുപോകും. എന്റെ പ്രിയ സഹോദരങ്ങളെ, അറിവ് ചീർപ്പിക്കുന്നു. നിങ്ങൾ ചുമ്മാ പോയി ചപ്പും ചവറും അവനിവനും ഒക്കെ പറയുന്നവൻ ഓരോരുത്തന്മാരുടെയും തോട്ടുകൾ എടുത്തോണ്ട് വന്നിട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ട്, കണ്ടില്ലേ ഇസ്രായേലിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടല്ലേ, ഇവിടുത്തെ സ്റ്റാർ ഇങ്ങനെയല്ലേ, ഇവിടുത്തെ ഇലുമിനാറ്റിയെ തിരക്കി പോകുന്ന വഴിക്ക് പോയി സകല ചവറും പറക്കി കൊണ്ടുവരുന്ന കൂട്ടങ്ങളുണ്ട്. എനിക്ക് ഇതാ മനസ്സിലാകാത്തത്. ഏതവനെല്ലാം എന്തെങ്കിലും പറഞ്ഞാൽ അതെല്ലാം എടുത്തോണ്ട് വന്ന് അങ്ങ് തട്ടുകയാ, ചവറ് കൊണ്ടുവന്ന് തട്ടി. എന്റെ പ്രിയ സഹോദരങ്ങളെ, ചവറിനകത്ത് നിന്നും മുത്തുപുറക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ചവറിനകത്ത് നിന്നും നിങ്ങൾ മുത്തുപുറക്കി എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കേണ്ടി വരും. തൂത്ത് വിറക്കി വൃത്തിയാക്കി വരുമ്പോഴത്തേക്കും കർത്താവ് വന്നങ്ങ് പോകും. ഈ മുത്തുകളുടെ ഇടയിൽ അറിയാതെ ചവറ് വീണ് കഴിഞ്ഞാൽ നമുക്ക് വിറക്കി കളയാം. പക്ഷെ ചവറുകളുടെ ഇടയിൽ മുത്തുകൾ കൊണ്ടിടാൻ നിൽക്കില്ലേ നിങ്ങൾ, ദയവ് ചെയ്ത് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഞാൻ പലവട്ടവും പറഞ്ഞു കഴിഞ്ഞു. ചിലരൊക്കെ ആണെങ്കിൽ ഇന്നും നിർത്തുന്നില്ല, തിരക്കി ഏത് നിങ്ങൾ അന്വേഷിച്ചു പോകുമ്പോഴത്തേക്കും നിങ്ങൾ ചുമ്മാ നിങ്ങൾക്ക് യഹൂദനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ദൈവവചനത്തിൽ നിന്നും പഠിക്കുക. ഇല്ലെങ്കിൽ യഹൂദന്മാരെ കുറിച്ച് യഹൂദന്മാരുടെ ഇടയിൽ വന്ന് നിങ്ങൾ നിന്ന് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് യഹൂദനെ കുറിച്ച് പഠിക്കാൻ പറ്റും, യഹൂദനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ സാത്താനിക പള്ളിക്കകത്തിരിക്കുന്ന സാത്താനിക സഭയുമായിട്ട് യഹൂദനെ തുലനം ചെയ്ത് പഠിക്കുന്നതാണ് നിങ്ങൾക്ക് പറ്റുന്ന പ്രോബ്ലം. യഹൂദനായി പഠിക്കുക. സാത്താന്റെ പള്ളിയിൽ നിൽക്കുന്ന യഹൂദനുമായിട്ട് കൂട്ടിക്കെട്ടി പഠിക്കാതെ സാത്താനായിട്ട് പഠിക്കവനെ. ദൈവവചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, യഹൂദനല്ലാതിരിക്കെ യഹൂദൻ എന്ന് പേർ പറയുന്നവനെ സാത്താന്റെ പള്ളിയിൽ നിന്നും ഞാൻ പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ യഹൂദനല്ലാത്തവനാണ് അവൻ, യഹൂദൻ എന്ന് പേരും പറഞ്ഞുകൊണ്ടായിരിക്കും നടക്കുന്നത്. അവന് ദൈവം സാത്താന്റെ പള്ളിയിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്ന പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ യഹൂദനെ സാത്താന്റെ പള്ളിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന കർത്താവ് പറഞ്ഞിട്ടില്ല. യഹൂദനെ ഒരിക്കലും സാത്താന്റെ പള്ളിയിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടില്ല. യഹൂദനല്ലാതിരിക്കെ യഹൂദൻ എന്ന് പേര് പറയുന്നവനെ സാത്താന്റെ പള്ളിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞിരിക്കുന്നത്.
യഹൂദനല്ല സാത്താന്റെ പള്ളിയിൽ ഇരിക്കുന്നത്, യഹൂദനല്ലാത്തവനാണ് യഹൂദന്റെ പേരും പറഞ്ഞുകൊണ്ട് സാത്താന്റെ പള്ളിയിൽ കയറിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ സാത്താന്റെ പള്ളിയിൽ കിടക്കുന്ന യഹൂദന്റെ പേരും പറഞ്ഞു കിടക്കുന്ന യഹൂദന്മാരെ എല്ലാം കൊണ്ടുവന്നിട്ട് നിങ്ങൾ യഹൂദന്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടിയിരുന്നിട്ട് 24 മണിക്കൂറും യഹൂദൻ 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 ഇലുമിനാറ്റി യഹൂദൻ ഇലുമിനാറ്റി, ഇതൊക്കെ പൈശാചിക അജണ്ടയാണ്. നിങ്ങളുടെ തലച്ചോറിനകത്ത് വളരെ സ്പഷ്ടമായി പിശാച് കൊണ്ട് കെട്ടിയിട്ട് നിങ്ങളെ വശംവദരാക്കി നിങ്ങളെ പൈശാചിക അന്ധകാര ശക്തിയിലേക്ക് പിശാച് കൊണ്ടുപോകുന്ന വേറൊരു വെർഷനാണ് ഇതെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്ക്. നിങ്ങൾ ലോജിക്കായിട്ട് ചിന്തിക്കാൻ പഠിക്കും പ്രിയ സഹോദരങ്ങളെ. എത്ര കാലം കൊണ്ടേ ഞാൻ ഇതൊക്കെ നിങ്ങൾക്കിത് പറഞ്ഞു തരാൻ തുടങ്ങിയതാ. ഇന്നും ഇന്നലെയുമായിട്ട് ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങളാണോ ഇത്? വർഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങളല്ലേ? ലോജിക്കിൽ നമ്മൾ ജീവിക്കാൻ പഠിക്കണം. നമ്മൾ ദൈവവചനം വായിച്ചിട്ട് ഈ പെന്തക്കോസുകാരുടെ കൂട്ടിൽ കയറി ഇരുന്നിട്ട് ഈ പഴയ തുരുത്തിക്കകത്ത് പുതിയ വീന് പകരുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദൈവവചനവും പറയുന്നുണ്ട്, പഴയ തുരുത്തിയിൽ ആരും പുതിയ വീന് പകരാറില്ല. പഴയ കുറെ ചപ്പും ചവറും ഒക്കെ തലച്ചോറിനകത്ത് കുത്തിക്കയറ്റി വെച്ചിരിക്കുന്ന ദൈവവചനത്തെ കുറിച്ച് പഴയ കുറെ കാര്യങ്ങളെല്ലാം പെന്തക്കോസിലെ പാസ്റ്റർമാരും അവരും ഇവരും എല്ലാം കുത്തിക്കയറ്റി വെച്ചിരിക്കുന്ന നിങ്ങളുടെ തലച്ചോറിനകത്ത് ഞാൻ ഇനി അഥവാ കൊണ്ട് നിങ്ങൾക്ക് പുതിയ തോട്ടുകളും ദൈവവചനത്തിന്റെ ആഴമേറിയ മർമ്മങ്ങൾ കൊണ്ടിട്ടാൽ പോലും അത് പുളിച്ചു പോകത്തേ ഉള്ളൂ. ഒന്നിൽ നിങ്ങൾ പഴയ തുരുത്തി കഴുകി വൃത്തിയാക്ക്. ഇത്രയും കാലം നിങ്ങളെ പഠിപ്പിച്ചു വെച്ചിരുന്ന പാസ്റ്റർമാരും പുരോഹിതന്മാരും ഉപദേശിമാരുടെയും പഠിപ്പിക്കലുകൾ യാഥാർത്ഥ്യമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അവരിൽ പഠിപ്പിച്ചത് ഒന്നും യാഥാർത്ഥ്യമല്ല. നിങ്ങളുടെ അടിസ്ഥാന ഉപദേശം പോലും അവർ തെറ്റാ പഠിപ്പിച്ചു വെച്ചിരുന്നത്. ഇത്രയും കാലം അടിസ്ഥാനം പോലും തെറ്റായിരിക്കുമ്പോഴത്തേക്കും പിന്നെ നിങ്ങൾ ഒന്നേന്ന് പണിയേണ്ടിയിരിക്കില്ലേ അടിസ്ഥാനം? അങ്ങനെയല്ലേ നിങ്ങളെ പണിത് കൊണ്ടുവന്നത് ഇത്രയും കാലം. പിന്നെയും നിങ്ങൾ പഴയതിൽ നിന്നും കുറച്ചുകൂടി എടുത്ത് അതിനകത്തോണ്ട് തോണ്ടി ഇട്ട് കഴിഞ്ഞാൽ ആ പഴയത് നിങ്ങൾ വീണ്ടും അതിനകത്ത് തോണ്ടി ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന അപകടം വലുതാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് പഴയ തുരുത്തിയിൽ കുറെ ഉണ്ടായിരുന്നോ? ഒന്നിന് തുരുത്തി കഴുകി വൃത്തിയാക്കി, ഇല്ലെങ്കിൽ തുരുത്തി മാറ്റ്, പുതിയ തുരുത്തി വാങ്ങിക്കാൻ നോക്ക്. അപ്പം ഒന്ന് വീണ്ടും ജനിക്കാൻ ശ്രമിക്കും. നിങ്ങൾ വീണ്ടും ജനനം ഉണ്ടാക്കിയെടുക്ക്. അതാ പുതിയ തുരുത്തിയായി മാറും. അപ്പോ ഇനി പകരുന്നതെല്ലാം നിങ്ങൾക്ക് ഫ്രഷേ എന്ന് പറഞ്ഞിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ പഴയ തുരുത്തിക്കകത്ത് വീണ് പുളിച്ചു പോകുന്നല്ലാണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോണില്ല പ്രിയ സഹോദരങ്ങളെ. എനിക്ക് വളരെയധികം ദുഃഖമുണ്ട് ചിലരെ ഓർക്കുന്ന സമയത്ത്. ഞാൻ വളരെയധികം സ്പഷ്ടമായും വളരെയധികം ആത്മാർത്ഥതയോടും കൂടി പല കാര്യങ്ങളും ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടിട്ട് ഞാൻ ചിലരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ബുദ്ധികെട്ടവരെ പോലെ പോയി കഴിഞ്ഞാൽ കർത്താവ് കർത്താവിന്റെ ദൈവവചനത്തിൽ പറയുന്നത് പോലെ സത്യത്തെ കൈക്കൊള്ളാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ശിക്ഷാവിധി വരേണ്ടതിന് ദൈവം ഫോഷ്ക്ക് വിശ്വസിക്കുമാർ ആത്മാവിനെ അയച്ചു കൊടുക്കുന്ന. ഇനി നമ്മൾ എത്ര സത്യം പറഞ്ഞു കൊടുത്താലും അത് ഉൾക്കൊള്ളാൻ എനിക്ക് താല്പര്യമില്ല. ഞാനിപ്പോൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വല്ലയിടത്തുനിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ ഒക്കെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ശരി എന്ന് പറഞ്ഞ് തോന്നി അതിന്റെ പുറകെ പോകുന്നതിനൊക്കെ കർത്താവ് പിന്നെ നീ എന്നാ ഫോഷ്ക്ക് അങ്ങ് വിശ്വസിച്ചാൽ മതിയടി, അല്ലെങ്കിൽ നീ എന്നാ ഫോഷ്ക്ക് വിശ്വസിച്ചാൽ മതിയടാ എന്ന് പറഞ്ഞങ്ങ് വിട്ടുകൊടുക്കും. അതെന്തിനു വേണ്ടിയിട്ടാ? ശിക്ഷാവിധി വരേണ്ടതിന്. ദൈവം ചെയ്ത് ദൈവത്തിന്റെ ശിക്ഷാവിധിയുടെ മുമ്പിൽ പോയി നീ വീണ് കൊടുക്കാൻ ഇടയാകരുത്. മനസ്സിലായോ? ദൈവം ചെയ്ത് ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ പോയി നിങ്ങൾ വീണ് കൊടുക്കാൻ ഇടയാകരുത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, എന്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവവചനത്തിൽ എന്ന് പറയുന്ന മുത്താണ്. അതിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴുണ്ടല്ലോ ഒരുപാട് അതിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലേണ്ടിയിരിക്കുന്നു. മനസ്സിലായോ? എന്നാൽ മാത്രമേ ആ മുത്തുപിറക്കി നിങ്ങൾക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ മുത്തുപിറക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ദൈവവുമായിട്ടൊരു അഭേദ്യ ബന്ധമുണ്ടായിരിക്കണം. ആ ദൈവമായിട്ടുള്ള അഭേദ്യ ബന്ധം എന്ന് പറയുന്നത് ചുമ്മാ പോയിട്ടോ വല്ലവരും സർവശക്തനും നീതിമാനും ഹല്ലേലൂയ സ്തോത്രം. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഈ ബന്ധങ്ങളെല്ലാം പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കും എന്നറിയാമോ?
ഓ വല്ലവനും നിത്യനും സർവശക്തനും അഖിലാണ്ടങ്ങളെ സൃഷ്ടിച്ചവനുമായി ഞങ്ങളുടെ കർത്താവിന്റെ കൃപയും കരുണയും കൊണ്ട് ഞങ്ങളെ നിറച്ച ദൈവമേ, അവിടുത്തെ ശക്തിയും ആത്മാവിനെയും ഈ സമയത്ത് ഞങ്ങളുടെ മേൽ പകർന്നുകൊണ്ട് ദൈവത്തിന്റെ കൃപയും ശക്തിയും പരിപാലനയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ അപ്പാ. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു യേശുവേ. അവിടുത്തെ രക്തത്തിനായി അവിടുത്തെ കരുണയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ലങ്കട എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാര് പറയും, അന്ധകാര ശക്തിയുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ടാത്മാവെ ഫ എന്നങ്ങ് ശാസിച്ചങ്ങളയും. അപ്പൊ ഇത്ര നേരവും ആരോടാ പറഞ്ഞുകൊണ്ടിരുന്നത്? സർവശക്തനും അന്ധകാരത്തിന്റെ വ്യാപാരത്തിൽ നിന്നുകൊണ്ട് സർവശക്തനും വല്ലഭനും നിത്യവനും നീതിമാനും ദൈവമേ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് അവസാനം വിളിച്ച് കർത്താവിനെ വിളിച്ച് ഇങ്ങനെ സുഖിപ്പിച്ച് താഴെ കൊണ്ടുവന്നിട്ട് പിന്നെ പറയുന്നത് എന്തുവാ? റൂബല പാട അന്ധകാര ശക്തിയിൽ വ്യാപിച്ചു നിൽക്കുന്ന പിശാച എന്ന് പറഞ്ഞ് മുഖത്ത് നോക്കി അങ്ങ് ഒരു കാർക്കിച്ച് ശാസിക്കുക. ഇതെന്തുവാ? സാത്താനെയും ദൈവത്തിന് രണ്ട് കസേരയിലിട്ട് വെച്ചിരിക്കുകയാണോ? ഇവിടുന്ന് കർത്താവിന് സ്തുതി വരുമ്പോഴെല്ലാം കർത്താവ് എടുത്തോണം, ശാസന വരുമ്പോഴെല്ലാം പിശാച് എടുത്തോണം. ഇതാണ് ഇവന്മാരുടെ പ്രാർത്ഥന. ലോജിക്കില്ലാത്ത വിവരം കെട്ടവന്മാര് ഈ വർഗങ്ങളുടെ കൂടെ കിടന്നാണല്ലോ ഈ ആൾക്കാർ മുഴുവനും ജനം മുഴുവനും പോയിട്ട് ശമ്പാവാടാ അല്ലേലുയ്യ ശാസ്ത്രം എന്ന് ബഹളം വെക്കുന്നേ. പ്രാർത്ഥിക്കുന്ന അവനെ ലോജിക്കില്ല. ഇപ്പൊ നിങ്ങളെ ഒരുത്തൻ വിളിച്ചു വരുത്തി വീട്ടിൽ കൊണ്ടുവന്നിട്ട് നിങ്ങളടുത്ത് പറയാണ്, ഓ സഹോദരി, നിങ്ങളന്ന് പ്രസംഗിച്ച പ്രസംഗം ഉണ്ടല്ലോ, അത് എന്തോ ഒരു മനോഹരമായ പ്രസംഗമായിരുന്നു, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് വളരെ ബലമായിരുന്നു, ശക്തിയായിരുന്നു, ഞാൻ വളരെയധികം ആനന്ദവാനാണ് എന്നെല്ലാം ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുവാണേ. ദുഷ്ടപിശാചെ, വ്യാപാര ശക്തിയിൽ പോകുന്ന ദുഷ്ട സാത്താനെ പിശാചെ എന്ന് മുഖത്ത് നോക്കി പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും നിങ്ങളോട്? ഞാൻ അറിയാണ്ട് ചോദിക്കുക. നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് നല്ലവനും നിത്യനും നീതിമാനും സർവശക്തനും മറത്തുകൂടാത്ത വെളിച്ചങ്ങളിൽ വസിക്കുന്നവനുമായ കർത്താവേ, അഖിലാണ്ടങ്ങളെ സൃഷ്ടിച്ചവനെ കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാൻ ഈ സഭയിൽ ഈ ഹോളിന്മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവോത്മാവിന്റെ ആ ചലനത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിലൂടെ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഓരോരുത്തരുടെ മേലും ഇറങ്ങി വരുന്നതിനെ ഓർത്ത് നന്ദി പറയുകയാണ്. അശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വ്യാപാരത്തെ കർത്താവിന്റെ നാമത്തെ പിശാചിനെ ശാസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അടിച്ചങ്ങ് വിടുക. അല്ല, ഞാൻ ഇവിടെ എന്താ നടക്കുന്നത് വല്ലത് മനസ്സിലാവുന്നു? ഈ പൊട്ടന്മാരെല്ലാം കൂട്ടത്തിയിരുന്നിട്ട് വിളിച്ചു വരുത്തിയിട്ട് പിശാചെ പോന്ന് പറഞ്ഞ് തള്ളിവിടുന്നത് ആരെയാണ്? വിളിച്ചു വരുന്നത് കർത്താവിനെയാണ്. അഖിലാണ്ടങ്ങളെ വസിക്കുന്നവനെ ഞങ്ങളുടെ ഇടയിൽ മധ്യേ വസിക്കണേ എന്നൊക്കെ പറയും. കൂട്ടത്തി പോ പിശാചെ സാത്താനെ എന്ന് പറഞ്ഞ് അടിച്ചിറക്കി വിടുകയും ചെയ്യും. ആരെയാ ഈ വിളിച്ചോണ്ട് വരുന്നതും പറഞ്ഞു വിടുന്നതും? അപ്പൊ ഇതൊക്കെ കേട്ടാൽ കർത്താവ് ഇറങ്ങി നിങ്ങളുടെ ഇടയിൽ വരുമെന്നുമല്ല വിശ്വാസം, നിങ്ങളുടെ ഊള വിശ്വാസമല്ലേ? ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ഇറങ്ങി വരുമെന്ന് പറഞ്ഞവിടെയൊക്കെ മന്ദബുദ്ധികളും. അതാ പറഞ്ഞ കുരുടനെ വഴി നടത്തിയാൽ രണ്ടെണ്ണവും പോയി കുഴിയിൽ വീഴുമെന്ന് പറയുന്നത് സത്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ രണ്ടെണ്ണം കുഴിയിൽ പോയി കുരുടനെ വഴി നടത്തിയാൽ രണ്ടും കൂടെ പോയി എന്ത് ചെയ്യും? കുഴിയിൽ വീഴുമെന്ന് പറയുന്നത് എത്രയോ സത്യമാണ്. ഇവനാണെങ്കിൽ കിടന്ന് ശമ്പടവാട റൂബലവാട ഈബലവാട എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പം മറ്റവനും കൂടെ കിടന്ന് ഹല്ലേലൂയ ശാസ്ത്രം എന്ന് പറഞ്ഞങ്ങ് കാച്ചുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇമാതിരി എന്താ പറയുന്ന മനുഷ്യൻ എന്ന് പറയുന്നവൻ അത്രത്തോളം ഊളകളായിട്ട് മാറുകയാണ്. ബുദ്ധിയില്ലാത്തവന്മാർ, ലോജിക്കില്ലാത്തവന്മാർ, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ലാത്ത വർഗങ്ങള്, ദൈവം ആരാണെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ഈ പെന്തക്കോസിന്റെ കെട്ടിനകത്തിരുന്നു കൊണ്ട് ദൈവത്തെ അന്വേഷിക്കാൻ പോയാൽ നിങ്ങൾ ഒരു കാലത്തും ഗതി പിടിക്കത്തില്ല. ഉറപ്പായിട്ടും ഞാൻ പറയുക. പെന്തക്കോസിന്റെ ഞാൻ ദൈവത്തിന്റെ കരങ്ങൾ സന്നിധിയിൽ പോയിരുന്നു കൊണ്ട് ഞാൻ പ്രാപിച്ചെടുത്തു. എന്തോന്ന് പ്രാപിച്ചെടുത്തു? ദൈവത്തിന്റെ സന്നിധിയിൽ പോയിരുന്നുകൊണ്ട് ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞാൻ സഹിച്ച് ഞാൻ പ്രാപിച്ചെടുക്കുകയായിരുന്നു. എന്തുവാ നിങ്ങൾ പ്രാപിച്ചെടുത്ത് ദൈവസന്നിധിയിൽ പോയിരുന്നിട്ട്? ശമ്പലവാട റീബലവാട റൂബലവാടയോ? കുറെ വടകളാണോ? അതിന് പ്രാപിച്ചെടുക്കേണ്ട കാര്യമില്ല. കുറച്ച് മാവും കുറച്ച് എണ്ണയുണ്ടെങ്കിൽ വീട്ടിൽ ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. പോയിരുന്ന് പ്രാപിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഈ വടകളൊക്കെ. മനസ്സിലായോ? ഈ പെന്തക്കോസിൽ പോയി കഴിഞ്ഞാൽ പ്രത്യേക സ്വരം കിട്ടും ഇവർക്ക്.
എന്തൊരാത്മാവാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രത്യേക സ്വരം, പ്രത്യേക പറയുമ്പോഴേക്കുള്ളൊരു പ്രത്യേക ഒരു സ്പിരിറ്റ് ഉണ്ട്. പറയുമ്പോഴത്തേക്കും ഓ പ്രിയ സഹോദരൻ, ഞാനുണ്ടല്ലോ, ദൈവത്തിന്റെ ആത്മാവ്, ഞാൻ അവിടേക്ക് ചെന്ന സമയത്ത് ആരാധന ഹാളിലേക്ക് ഞാനത് കണ്ടു. ദൈവത്തിന്റെ ആത്മാവിന് ഇറങ്ങി വരുന്ന സമയത്ത് എന്റെ ദൈവമേ, അത് കേട്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശ്വാസം മുട്ടലുണ്ടല്ലോ, അതൊരൊന്നൊന്നര ശ്വാസം മുട്ടല. ആ പെന്തോളിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു സ്റ്റൈലിഷ് അങ്ങ് വരികയാണ്. അത് എവിടുന്നാണത് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ പാസ്റ്റർമാർക്കെല്ലാം പിന്നെ പറയണ്ടല്ലോ, സ്വരം പ്രത്യേകം എടുത്തിട്ടാണല്ലോ. ഓ ഭർഷതനം നിവ്യനം കർത്താവേ, അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനായി അവിടുത്തെ സ്തോത്രം ചെയ്ത കർത്താവേ, ആമേൻ. ഓയ് ഏയ് എന്തുവാ ഇത് ഊളകളെ? പ്രത്യേകം എന്ന് പറഞ്ഞ സ്വരം എടുത്തില്ലെങ്കിൽ, അവിടുന്ന് കസർത്തിയില്ലെങ്കിൽ അതൊന്നും കർത്താവ് കേൾക്കത്തില്ല. ഇവർക്കൊക്കെ പ്രത്യേകം ഇതാ പറയുന്ന ഉഡായിപ്പ് വെർഷൻ എന്ന് പറയുന്ന ഉഡായിപ്പുകള്. ഇങ്ങനെ പോയില്ലെങ്കിൽ കത്തോലിക്കരക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതെ, ദശാംശത്തിന്റെ കനമനുസരിച്ച് അനുഗ്രഹ വർഷം അവിടെ കിട്ടും. ദശാംശം കൂടുതൽ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിച്ച് ആകാശമണ്ഡലങ്ങളിൽ നിന്നും ദൈവം നൂല് കെട്ടി ഇറക്കി കൊടുക്കും. അവിടെ സ്വർണ്ണക്കട്ടികളും പണവും ഒക്കെ, നോട്ട് കെട്ടും ഒക്കെ ആയിട്ട് ദശാംശത്തിന്റെ ഖനമനുസരിച്ച് ദൈവം കൊടുത്തുകൊണ്ടേയിരിക്കും. കത്തോലിക്കരെ കണ്ടിട്ടില്ലേ നിങ്ങള്? കത്തോലിക്കരെ പുരോഹിതന്മാർക്ക് പ്രത്യേക ട്രെയിനിങ് ആണ്. കുഞ്ഞാടേ, കർത്താവിന്റെ സ്നേഹത്തിൽ കുഞ്ഞാടുകളെ, നിങ്ങളെ കർത്താവ് സ്നേഹിച്ചതും പരിപാലിച്ചതുമായ നിങ്ങൾ ഒരു കണ്ണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കണമെന്നുള്ള കർത്താവിന്റെ വചനപ്രകാരം നിങ്ങളുടെ അയൽവാസികളോട് നിങ്ങൾ സ്നേഹത്തിൽ വർദ്ധിക്കുവാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ ഉപദേശിക്കുകയാണ്. കുഞ്ഞാടുകളെ, കർത്താവിന്റെ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് ഇന്നത്തെ വിശുദ്ധ ബലിയുടെ പൂർവ്വ കർമ്മങ്ങളെല്ലാം തന്നെ നിങ്ങൾ ആചരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കർത്താവിന്റെ സ്നേഹവും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും കൃപ നിങ്ങളുടെ കൂടെ എല്ലാവരുടെ കൂടെയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കേട്ടിട്ടില്ലേ? എല്ലാ അച്ഛന്മാർക്കും ശിഖണ്ഡി ടൂണ, മാങ്ങപറി, ചെളിക്കുത്ത്, എല്ലാ അച്ഛന്മാർക്കും. അവർക്ക് ഈ ടൂണിൽ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കുർബാന നടക്കത്തില്ല. അവർക്ക് ഈ ടൂണിൽ തന്നെ പറയണം. പറയടി, എന്താടി, അപ്പുറത്തെ ശീല എന്നെ വിളിച്ചിട്ട് കളിക്കാൻ വന്നില്ലടി, ഞാൻ അവിടുത്തെ പറഞ്ഞതാണ് ഒരു കുങ്കുമപ്പൂ ഒരു പൊട്ടും മേടിച്ചോണ്ട് വാന്ന് പറഞ്ഞിട്ട് 2 വള്ളയും കൂടി കിളിക്കാൻ വേണ്ടി മേടിച്ചോണ്ട് വരാൻ പറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം ഡാൻസ് ഉണ്ടായിരുന്നു. ആ കുങ്കുമപ്പൂവും ഡാൻസും വെച്ചിട്ട് മാങ്ങവരേ ചെളിക്കുത്ത് എന്നിട്ട് അവൾ വന്നില്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്യാനടി, അയ്യോടാ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ നിങ്ങള്? ഇത് തന്നെയാണ് കർത്താവിന്റെ കുഞ്ഞാടികളെ. കർത്താവ് നിങ്ങളുടെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്നുള്ളതാകുന്നു കൽപ്പന. അതുകൊണ്ട് കർത്താവിന്റെ സ്നേഹത്തിൽ നിങ്ങൾ നിലനിൽക്കുവാൻ ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ കുർബാന കർമ്മങ്ങളിലെല്ലാം പങ്കെടുത്തുകൊണ്ട് നിങ്ങൾ കൃത്യമായി തന്നെ കർത്താവിന്റെ സ്നേഹത്തിൽ ഇതുപോലെ തുടർന്നു കൊണ്ടുപോകുവാൻ ഞാൻ നിങ്ങളെ ആശീർവദിക്കുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ആമേൻ. കേട്ടിട്ടില്ലേ? അപ്പോൾ അവർ ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതി ഇതാണ്. അവരെങ്ങനെ എല്ലാവരും ഈ ഒരു രീതിയിൽ പറഞ്ഞാലേ ദൈവം കേൾക്കത്തുള്ളൂ. എത്ര പൊട്ട ജാതിയാണ് ഈ ജനം. ദൈവത്തെ പരിഹാസിക്കുന്ന പരിഹാസികൾ എന്ന് വേണം പറയാൻ. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, നിങ്ങളെ പാസ്റ്റർമാരുടെ ഇടയിൽ നിന്നും പുരോഹിതന്മാരുടെ ഇടയിൽ നിന്നുമൊക്കെ ഓടിക്കോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, സങ്കീർത്തനം 1-ാം അധ്യായത്തിൽ പറയുന്നത് പാപികളുടെ വഴിയിൽ ഇരിക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ, പാപികളുടെ വഴി നടക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും എന്ന് പറയുന്നത് ദൈവത്തെ പരിഹസിക്കുന്ന വർഗമായി ഈ വർഗങ്ങള്. കർത്താവിന്റെ നാമത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇവന്മാര് കാണിക്കുന്ന ഊളത്തരത്തിന് നിങ്ങൾ കൂട്ടു നിൽക്കരുത്. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം അങ്ങനെ പറയുന്നത്. ഇവിടെ പെന്തോകൾ എന്ന് പറയുന്നത് വേറൊരു സ്റ്റൈല്. അവന് പിന്നെ തൊണ്ടയൊക്കെ അലറി പൊട്ടണം, അവന്റെ വെർഷൻ. അതൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നാളെ എനിക്ക് ഈ ലൈവ് പറയാൻ തൊണ്ട കാണുമോ എന്നുള്ളത് സംശയമുണ്ട്. അതുകൊണ്ട് ഞാൻ അത് ചേഞ്ച് ചെയ്യാത്ത.
ഇപ്പൊ ട്യൂണൊക്കെ മാറി റീന. പൂരപ്പാട്ടും കയ്യാങ്കളിയും തെക്കോട്ട് കുർബാനയും കുരിശോണ്ടോടിയും ഒക്കെയാ പലയിടത്തും. പൂരപ്പാട്ടും ഒക്കെ ഇടയ്ക്കുണ്ടെങ്കിൽ പോലും ട്യൂണൊക്കെ ഈ ട്യൂണിൽ തന്നെയാണ്, അല്ലാതെ ട്യൂണൊന്നും മാറത്തൊന്നുമില്ല. കർത്താവിനെ വിളിക്കുമ്പോൾ ഈ സെയിം ട്യൂണൊക്കെ തന്നെയാണ്. മനസ്സിലായോ? കർത്താവിന്റെ കാര്യം വരുമ്പോൾ സെയിം ട്യൂണൊക്കെ തന്നെയാണ്. ഈ പെന്തോ വർഗങ്ങളുടെ രീതിയൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെ വൈബ്രേറ്റ് ഇട്ട് ആമയും പറഞ്ഞല്ലെങ്കിൽ കർത്താവ് കേൾക്കത്തില്ല. വൈബ്രേറ്റ് ഇട്ട് പറയണം ആമയും പറയുമ്പോഴത്തേക്കും. അമേ 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 കർത്താവേ സ്തോത്രം 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 കർത്താവേ എന്നൊക്കെ പറഞ്ഞു പോയില്ലെങ്കിൽ കർത്താവ് കേൾക്കത്തില്ല. സ്തോത്രം അങ്ങ് നീട്ടി അങ്ങ് വിടണം. ആമേനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ആമേൻ വൈബ്രേറ്റ് ഇട്ട് കൊടുക്കണം കർത്താവിന്. ഇനി വൈബ്രേറ്റ് മെഷീൻ വല്ലതും കയ്യിൽ വെച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയത്തില്ല ബന്ധുക്കൾ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത്. അതുകൊണ്ട് എല്ലാത്തിനും കൂടെ കൂടെ ഈ വൈബ്രേഷൻ കയറി വരുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പം എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ കുറെ ഉഡായിപ്പുമായിട്ട് നടക്കുന്നുണ്ട് ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി. ഈ പെന്തോകൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന പഠിപ്പിക്കലുകളിൽ മതിമറന്നു പോയിട്ടാണ് കുറെ എണ്ണങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോയത്. ഈ അന്ത്യകാലഘട്ടത്തിൽ മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എന്താണെന്ന് മനസ്സിലാകാതെ പോയത്, ഈ ഇലുമിനാറ്റികളുടെ വരവ് എങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോയത് ഈ വർഗങ്ങൾക്ക്. ഈ അന്ത്യകാലഘട്ടത്തിൽ എങ്ങനെ പിടിച്ചു നിൽക്കണമെന്ന് ഇതിപ്പോ നിങ്ങള് അത് കാണിക്കാൻ മറന്നുപോയി എനിക്ക്. ലണ്ടൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ രൂപപ്പെടുത്തി എടുത്തിരിക്കുക പ്രൈം മിനിസ്റ്ററായിട്ട് നിന്ന് മത്സരിക്കാൻ വേണ്ടിയിട്ട്. പ്രൈം മിനിസ്റ്ററിന്റെ നോമിനിക്ക് വേണ്ടിയിട്ട്, മനസ്സിലായോ? പ്രൈം മിനിസ്റ്ററായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട്, കാൻഡിഡേറ്റ് ആയിട്ട് നിന്ന് മത്സരിക്കാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത വർഷത്തെ ഇലക്ഷൻ വരുന്ന സമയത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും കൂടി എന്ത് ചെയ്യാൻ പറ്റും? പ്രൈം മിനിസ്റ്ററായിട്ട് നിന്ന് മത്സരിക്കാൻ പറ്റും. അപ്പൊ ജനമെല്ലാം വിശ്വസിച്ച് ആർക്കായിരിക്കും വോട്ടിടുന്നത്? ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനായിരിക്കും വോട്ടിടുന്നത്. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനാകുമ്പോഴത്തേക്കും നിന്റെ ആൾക്കാർ, എന്റെ ആൾക്കാർ, നിന്റെ ജനം, എന്റെ ജനം എന്നും നോക്കത്തില്ലല്ലോ. ഭയങ്കര നീതിയും ന്യായവും ഒക്കെ നടപ്പാക്കി തരുന്നതായിരിക്കുമല്ലോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറയുന്നത്. ബുദ്ധിപരമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരും എന്നായിരിക്കും ഊളങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് അതിനുകൊണ്ട് വോട്ടിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ പോയത് കണ്ടോ? മനസ്സിലായോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ മുൻനിർത്തിക്കൊണ്ട് പ്രൈം മിനിസ്റ്ററായിട്ട് മത്സരിക്കാൻ വരെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുന്നിട്ട് വന്നു കഴിഞ്ഞു. ലോകം അത്രത്തോളം പോയി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ ജനമേ. ഇപ്പോഴും മക്കളെ പഠിപ്പിക്കാനും ഇപ്പോഴും മക്കളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നവരും എല്ലാം നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഇപ്പോഴും നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഇത്രയെല്ലാം അറിഞ്ഞിട്ടും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്തെ കീഴടക്കാൻ പോകുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടും കുഞ്ഞുങ്ങളുടെ ഭാവി ഇങ്ങനെ ഇട്ടിരിക്കാൻ പറ്റുമോ? നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ഇട്ടിരിക്കണമെങ്കിൽ പറമ്പിൽ അതിനെ കിളയ്ക്കാൻ പറഞ്ഞു വിട്. അതിനങ്ങനെ പറഞ്ഞു കൊടുക്കും. ഭൂമിയുമായിട്ട് ഇഴുകിച്ചേരുന്ന രീതിയിൽ വല്ലതും പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ പഠിപ്പിക്കാൻ വിട്. എത്രയോ കാര്യങ്ങളുണ്ട്. കസേര, മേശ, ഇതൊക്കെ കാർപ്പൻറ്റർ പണി, അത് പഠിക്കാൻ പറഞ്ഞു വിട്. ഇതൊന്നും ലോകത്തിൽ ചീത്തപ്പണിയൊന്നുമല്ല. ഇന്ന് മനുഷ്യ സമൂഹത്തെ മുഴുവനും പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? കമ്പ്യൂട്ടറിനകത്ത് കുത്തിയിരുന്ന് പഠിക്കുന്ന പടി മാത്രമേ ഉള്ളൂ. ഭയങ്കര എന്തോ ആരും അങ്ങനെ പഠിച്ചവന് മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ കൊച്ചിന് കോടി കെട്ടി ജീവിക്കാൻ പറ്റത്തുള്ളൂ. കോടി വാങ്ങിച്ച് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കണമെങ്കിൽ നമ്മുടെ കുഞ്ഞ് വിദേശത്ത് ജോലിക്ക് വിദേശം മുഴുവനും തുലുക്കന്മാരുടെ കയ്യിലായി കഴിഞ്ഞു. വിദേശം മുഴുവൻ അവന്മാരുടെ കയ്യിലായി കഴിഞ്ഞു. അവന്മാരുടെ കയ്യിൽ കൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് കൊടുത്തിട്ട് നിങ്ങൾ എന്നാ ചെയ്യാനാ? ഞാൻ അറിയാണ്ട് ചോദിക്കുക. ഇതാ കേക്ക്. ഇത് ഡെൻമാർക്കിലുള്ള ഒരു വീഡിയോ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ആ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ആ വീഡിയോ ഒന്ന് ഓൺ ആകട്ടെ. ആ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് പാകിസ്ഥാനിൽ നിന്ന് വന്നവന്മാര് ഡെൻമാർക്കുകളായ ആളുകളോട് പറയുകയാണ്, എടാ ഡെൻമാർക്കുകാർ നിങ്ങൾ എത്ര പേരുണ്ട്? നിങ്ങൾ കൂടിപ്പോയ 5 മില്യൺ ആൾക്കാരുണ്ട്.
നിങ്ങൾ പ്രസവിച്ചിടുമ്പോൾ ഒന്നേ രണ്ടെണ്ണത്തെയും പ്രസവിച്ചിടും, ഇല്ലെങ്കിൽ ഒന്നിനെയും രണ്ടെണ്ണത്തിനും പ്രസവിച്ചു പോലും ഇടത്തില്ല നീ ഒന്നും. പക്ഷെ ഞങ്ങൾ പ്രസവിച്ചിടുന്നത് 5, 6, 7 ഞങ്ങൾ പ്രസവിച്ചിടും. കേവലം 1, 2 വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 10 ലക്ഷമായി വരും. അന്ന് നിന്നെയൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. അന്ന് ഞങ്ങളുടെ ശരിയാ നിയമം ഞങ്ങൾ കൊണ്ടുവരും. പിന്നെ നീ എല്ലാം കേവലം ഇതിനകത്ത് എന്തായി മാറും? ഞങ്ങളുടെ കൈകൊണ്ട് അടികൊണ്ട് ചാകേണ്ടവന്മാരാ, ഞങ്ങളുടെ കാലിന്റെ താഴെ കിടക്കേണ്ടവന്മാരാ, ഞങ്ങളുടെ അടിമകളാണെന്നാണ് അവന്മാര് പബ്ലിക്കിൽ പറയുന്നത്. എന്നാലോചിക്ക്, സത്യമല്ലേ? സത്യമല്ലേ? മലപ്പുറത്ത് പോപ്പുലേഷൻ കൂടിയിട്ട് അവിടെ +2 സീറ്റില്ലെന്ന് പറഞ്ഞ് അടി നടക്കുക മലപ്പുറത്ത്. പിന്നെ മലപ്പുറവും മലബാറും എല്ലാം ഒരു പ്രത്യേക സംസ്ഥാനമാക്കി കൊടുക്കണമെന്നുള്ള അജണ്ട നടക്കുകയാണ് വേറൊരു ഭാഗത്ത്. ഇന്ത്യ മുഴുവനും പോപ്പുലേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ദുലുക്കന്മാരുടെ പോപ്പുലേഷൻ. അപ്പോൾ ഇവർ യുദ്ധം ചെയ്യുന്ന ജിഹാദ് എന്ന് പറയുന്നത് ജനസംഖ്യ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള, ലോകം മുഴുവനും അജണ്ട നടക്കുന്നു, ജനസംഖ്യയെ കുറയ്ക്കണം എന്നുള്ള അജണ്ട നടക്കുകയാണ്. ഇവന്മാർ ജനസംഖ്യ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള അജണ്ട നടത്തുകയാണ്. പിശാജ് 2 വഴിക്കും വരികയാണ്. പിശാജ് ഒരേ ഉദ്ദേശത്തിൽ 2 വഴിയിലൂടെ പിശാജ് കയറി വരികയാണ്. ലോകത്തിലുള്ള ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും എല്ലാത്തിനെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് പിശാച് ജനസംഖ്യാ നിയന്ത്രണം നടത്തിക്കൊണ്ട് ഡീപോപ്പുലേഷൻ നടത്തുവാൻ വേണ്ടിയിട്ട് ഈ പൈശാചിക അജണ്ടയോടുകൂടി പിശാച് എഴുന്നേൽക്കുമ്പോൾ ഈ വർഗത്തിൽപ്പെട്ടവർ തന്നെ വാക്സിൻ എടുക്കാതിരിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ വർഗത്തിൽപ്പെട്ടവർ തന്നെ വാക്സിൻ എടുക്കുന്നില്ല. എന്തുകൊണ്ടാ? അവർക്ക് പോപ്പുലേഷൻ കൂട്ടണം. ഇവർ വാക്സിൻ എടുത്താലും എടുത്തില്ലെങ്കിലും സാത്താൻ കുഞ്ഞുങ്ങളെയാണ്, മാർക്ക് ഓഫ് ദ ബീസ്റ്റ് തന്നെയാണ് ഈ വർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നത്. കാരണം തള്ളാഹു എന്ന് പറയുന്നവൻ തന്നെ സാത്താനെയാണല്ലോ, അവനെ ആരാധിക്കുന്നത് തന്നെ മാർക്ക് ഓഫ് ദ ബീസ്റ്റാ. മനസ്സിലായോ? ഈ മാർക്ക് ഓഫ് ദ ബീസ്റ്റ് ലോകത്തിൽ മുഴുവനും കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വിചാരിച്ച് എല്ലാവർക്കും കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടല്ല ഇത് കൊടുക്കുന്നത്. പിന്നെയോ യഹൂദനെ ടാർഗറ്റ് ചെയ്ത് അവനെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്ന് എല്ലാവരിലും എത്തിക്കുന്നത്. ഇതിനെക്കുറിച്ച് പലവട്ടവും ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണെങ്കിലും വീണ്ടും ഓഫായി പോയി. ഇത് എന്തോടാ ഇത്? അപ്പോൾ ഓഫായി പോന്നു. നല്ല കാലം ഞാൻ പുതിയ ഫോൺ മേടിച്ചു, ഇല്ലെങ്കിൽ ലൈവ് വരാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഇതാണ് ഈ ലോകത്തിൽ ഇന്ന് നടക്കുന്ന പല കാര്യങ്ങളും. ഈ സമൂഹത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ വളർത്തുമ്പോൾ, ഇന്ന് സമൂഹത്തിന്റെ രീതിക്കനുസരിച്ച് വളർത്താൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു അനീതിയാണ് കുഞ്ഞുങ്ങളോട്. ഈ സമൂഹത്തിൽ മത്സ്യം പിടിക്കാൻ പോകുന്നത് എന്തോ വൃത്തികെട്ട പണിയാണ്. കമ്പ്യൂട്ടറിനകത്ത് കുത്തിയിരുന്ന് പഠിക്കുന്നത് മാത്രമാണ് പണി എന്ന് ചിന്തിച്ചാൽ നടക്കുന്ന കാര്യമല്ല പ്രിയ സഹോദരങ്ങളെ. ഇത് സമൂഹം നിങ്ങൾക്ക് തന്ന ഉപജീവന മാർഗത്തെ തെറ്റായ രീതിയിൽ ഇന്ന് ലോകം ടെക്നോളജി ബേസിൽ കണ്ടിട്ട് അതിനെപ്പോലും പരിഹാസാർത്ഥമായി ചിന്തിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ആ ഒരു തരത്തിൽ ചിന്തിക്കാൻ വിടുന്നത് തന്നെ തെറ്റല്ലേ? കൃഷിയെടുത്ത് പണിയെടുക്കുന്നത് തെറ്റായ പണിയാണോ? അതാണ് ഈ ലോകത്തിന് ചേർന്നത്, പ്രകൃതിയോട് ഇഴുകിച്ചേരാൻ പറ്റിയ പണി എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിനകത്തും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനകത്തും കുത്തിയിരിക്കുന്ന കമ്പ്യൂട്ടറൈസ്ഡ് പണി മാത്രമല്ല ഈ ലോകത്തെ പണി എന്ന് പറയുന്നത്. അതിനോടാണ് മനുഷ്യർക്ക് താല്പര്യം. അത് ചെയ്യുമ്പോഴാണ് എന്തോ വലിയ പണി അങ്ങ് ചെയ്തെന്ന് പറഞ്ഞ് ജനത്തെ കബളിപ്പിച്ച് വെച്ചിരിക്കുക. Am 15. op de pakken dat danske der land. Ja, Rasmus. Følget børn, mand. Lige blevet gift. Jeg skal så 5 børn i morgen. Flere børn, mand. Danskerne er 5 millioner. Vi er snart udryddet, mand. Kig på svenskerne. Kig på nordmændene. Kig på finnerne, mand. Vi er flere millioner, mand. Vi er i et samfund, der ikke laver. I ligger på der dyr. Det er derfor, I kan få børn. Har du brødre eller søstre? Har du brødre eller søstre? Har du brødre eller søstre, mand? ഇവന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മില്യൺ മാത്രമേ നിങ്ങൾ ഡെൻമാർക്കുകാരുള്ളൂ. ഞങ്ങൾ പാകിസ്ഥാനികൾ എന്ന് പറയുന്നവർ ഞങ്ങൾക്ക് ഇപ്പോഴുള്ള പോപ്പുലേഷൻ വെച്ചിട്ട് ഞങ്ങൾ 1-2 വർഷം കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ 10 മില്യണോളം ഞങ്ങൾ എത്തും. ആ സമയത്ത് നിങ്ങളൊക്കെ കേവലം ഞങ്ങളുടെ അടിമകൾ മാത്രമെന്ന് അവന്മാർ പറയുന്നത്. ഞങ്ങൾ ഈ ഡെൻമാർക്ക് പിടിച്ചെടുക്കും, ഞങ്ങൾ ശരിയാ ലോ ഇവിടെ കൊണ്ടുവരും എന്നാ പറയുന്ന. അഭയം കൊടുത്തവരോട് ഒരു ഉളുപ്പുമില്ലാതെ പറയുന്നതാണ് ഇവന്മാരുടെ രീതി. അപ്പോൾ വിദേശത്ത് വിട്ട് ഞങ്ങളെ മക്കളെ പഠിപ്പിക്കാം, വിദേശ രാജ്യങ്ങളിൽ ഞങ്ങളുടെ മക്കളെ അങ്ങ് എത്തിക്കാം എന്ന് വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ കാര്യം കട്ടപ്പുകയാണ്. എനിക്ക് അത്രയേ പറയാനുള്ളൂ.
ഹമാസിന്റെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. ആ കുഞ്ഞുങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് കാണണമെങ്കിൽ നോക്കിയാൽ മതി. جنين حضن العياش المفجر يهودي جنين حضن العياش المفجر يهودي قسام بين الأحراج عنوان الصمودي جنين يا ثورتي يا صوت الأسودي جنين يا ثورتي يا صوت الأسودي مكتوب عزك ينقال برصاص البارودي مكتوب عزك ينقال برصاص البارودي جنين حضن العياش المفجر يهودي جنين حضن العياش المفجر يهودي قسام بين الأحراج عنوان الصمودي മനസ്സിലായോ? മനസ്സിലായോ? ഇതാണ് സാത്താൻ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. ഈ സാത്താൻ കുഞ്ഞുങ്ങളാണ്. സോറി സഹോദരങ്ങളെ, കട്ടായി പോയി. ഓക്കെ, ഇതാണ് സാത്താൻ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാത്താൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കരച്ചിൽ മുഴുവൻ. അയ്യോ, പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്നു. ഞാൻ എന്തുകൊണ്ടാണ് ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിന് ഈ സാത്താൻ കുഞ്ഞുങ്ങളെ കൊല്ലണം എന്ന് തന്നെ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാ? ഈ സാത്താൻ കുഞ്ഞുങ്ങൾ ജീവനോട് ഇരിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനമില്ല. ഈ വർഗങ്ങൾ ചത്തു തൊലയുക തന്നെ വേണം. മനസ്സിലായോ? ഈ സാത്താൻ കുഞ്ഞുങ്ങൾ ജീവനോട് ഇന്ന് റഷ്യയിൽ നടന്ന തീവ്രവാദ ആക്രമണമാണ്. റഷ്യയിൽ തെരുവിലിറങ്ങി ഇവന്മാർ ഒരു സിനഗോഗിന് നേരെയും പള്ളിക്ക് നേരെയും വെടിയുയർത്തതാ. റഷ്യയില് തെരുവിലിറങ്ങി പള്ളിക്ക് നേരെ വെടിയുയർക്കുക. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാ കൊന്നിട്ടിരിക്കുന്നത്. അവിടെ തീവെപ്പ് നടത്തുക റഷ്യയില്. കണ്ടോ? അവിടെ തീവെപ്പ് നടത്തുകയാണ്. റഷ്യക്കകത്ത് നടക്കുന്ന പരിപാടി കലാപരിപാടികളാണ്. ഇതൊക്കെയാണ് നമ്മുടെ നമ്മന്റെ മതത്തിന്റെ കലാപരിപാടികൾ. ഇതൊക്കെയാണ്. പോലീസ് വണ്ടിക്കകത്താണേ ഈ പരിപാടി കലാപരിപാടി നടത്തുന്നത്. уйди туда. Твари, блядь. തീവ്രവാദികൾ എങ്ങനെയെല്ലാം ഈ പുരോഹിതനെ കൊന്നിട്ട് വെടിവെച്ച് കൊന്നിട്ട് കഴുത്തറുത്തും കൊന്നു കളഞ്ഞു. ഈ പുരോഹിതനെ വെടിവെച്ചിട്ട് കഴുത്തറുത്തും കൊന്നു കളഞ്ഞു. തീവ്രവാദികള് ബീച്ചിൽ വരെ കയറി അഴിഞ്ഞാടുകയാണ്. Все, зацепили. Все, еще двоих. Так, работайте, братья. Работайте. Двоих убили здесь. Вот они, пидорасы ебаные. Двоих убили здесь. Вот они, пидорасы ебаные. റഷ്യക്ക് ഇത് വേണം. ഈ തീവ്രവാദികളെ വളരാൻ വിട്ടവന്മാർക്ക് ഇത് തന്നെ വേണം. ഇതല്ല ഇതിനപ്പുറവും വേണം.
ഒരു മിനിറ്റ്. ഇതാ നിങ്ങക്ക് ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം തരാം. നിങ്ങൾ കണ്ടില്ലല്ലോ, നിങ്ങൾക്ക് ചിരിക്കാൻ ഒരു കാര്യം ഇട്ട് തരാം. ഹലാൽ ജ്യൂസ് കൊടുത്തതാ, തുപ്പൽ ജിഹാദ് നടത്തി ഹലാൽ ജ്യൂസ് കൊടുത്തതാ. ആ മാങ്ങയുടെ വരെ തേങ്ങയായിരുന്നു അവര് തലമണ്ട അടിച്ചു. സോറി, ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട് ലൈവ്. ഞാന് ഇപ്പൊ കാണിക്കാൻ പോകുന്ന ഈ കാണിച്ച വീഡിയോ എന്ന് പറയുന്നത് കടയില് തെരുവിൽ കൊണ്ടുവന്ന് മാങ്ങാ കച്ചവടം ജ്യൂസ് നടത്തുക. മാങ്ങ ജ്യൂസ് നടത്തിയിട്ട് അവൻ കുടിച്ചിട്ട് അവൻ കൊടുക്കുക. അവൻ പറയാൻ ഞങ്ങളുടെ മതത്തിന്റെ രീതിയാണ് തുപ്പല് ജിഹാദ്, അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുടിച്ചതെന്ന് പറഞ്ഞിട്ടാണ് അവൻ പറഞ്ഞത്. അതിന് അവന്റെ കയ്യിൽ അവന് മാങ്ങയ്ക്ക് അടി കൊള്ളുന്നുണ്ടോ ഉണ്ടോ? അവൻ കുടിച്ചു. അപ്പൊ ഇവൻ ചോദിച്ചു എന്തിനാ കുടിച്ചതെന്ന്. അപ്പം പറഞ്ഞു അത് ഞങ്ങളുടെ മതത്തിന്റെ ഒരു രീതിയാണ്, ഞങ്ങളുടെ തുപ്പല് കൊണ്ടുവേണം. അവന് മാങ്ങക്കടി കൊടുക്കരുതായിരുന്നു, അവൻ പറ തേങ്ങയായിരിക്കണം അവന്. നാറികള്, മനസ്സിലായോ? തുപ്പല്, ഞങ്ങളുടെ തുപ്പല് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് പുണ്യമാണെന്ന്. നമ്മുടെ തുപ്പല്, അവന്മാരുടെ തുപ്പല് ഹലാലാക്കി വേണം നമുക്ക് തരാനായിട്ട്, അതാണ് പുണ്യം നമുക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രൂത്ത് ഇസ്രായേൽ അവൻ അത്ര കൊടുത്താ പോരാ, നല്ല അടി കൊടുക്കണം. അതേ ഞാൻ പറഞ്ഞത്, ആ മാങ്ങയ്ക്ക് പകരം തേങ്ങയായിരുന്നു ഒരു തലമണ്ട അടിച്ചങ്ങ് എന്ത് ചെയ്തായിരുന്നു, പൊട്ടിക്കാമായിരുന്നു. അല്ലെങ്കിൽ അവിടെ ഇരുന്ന ഫ്രിഡ്ജൊക്കെ കുറെ മിക്സിയൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ എടുത്തു വെച്ച് അവന്റെ മണ്ടയ്ക്ക് എടുത്ത് എന്ത് ചെയ്യണമായിരുന്നു, അടിച്ച് പൊളിക്കണമായിരുന്നു ചെറ്റേനെ. ഇതാണ് സുഡാപ്പികളുടെ കടയിലെ ഷോപ്പിൽ പോയി തിന്ന് വാങ്ങിച്ച് കുടിച്ചാലുള്ള ദോഷം. അതുകൊണ്ട് എല്ലാരും ഇപ്പൊ കുഞ്ഞുങ്ങളെ അങ്ങ് വിദേശത്ത് വിട്ടു പഠിപ്പിക്കാൻ വേണ്ടി കിടന്ന് പെടാപ്പാട് പെടുകയാ. കുഞ്ഞുങ്ങളെ അങ്ങ് വിദേശത്ത് വിട്ടു പഠിപ്പിക്കണ്ടേ, വലിയ വലിയ ജോലികളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അയക്കണ്ടേ. ഇവിടെ വലിയ വലിയ പഠിത്തം പഠിപ്പിക്കുന്ന എന്തിനാണെന്നറിയാമോ? കുഞ്ഞുങ്ങളെ വലിയ വലിയ പഠിത്തം, മാനപ്പഠിത്തമൊക്കെ പഠിപ്പിക്കുന്നതെല്ലാം ഈ കമ്പ്യൂട്ടറിനകത്ത് കുത്തിയിരുത്തിക്കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ വിട്ട് ജോലിക്ക് വിട്ട് നല്ല കാശ് സമ്പാദിക്കാമെന്ന ലക്ഷ്യത്തോടു കൂടിയാ. ഈ കൂതറവർഗമൊന്നും അറിയുന്നില്ല. വിദേശ രാജ്യത്തേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് അവിടെയൊക്കെ തുലുക്കന്മാരുടെ രാജ്യമായിട്ട് രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ രാജ്യമെല്ലാം തുലുക്കന്റെ രാജ്യമായിട്ട് ഈ തള്ളാഹു എന്ന് പറയുന്ന ഈ മർമ്മം മഹദിയാം ബാബിലോൺ എന്ന് പറയുന്ന വേശ്യകളുടെ മാതാവായിരിക്കുന്ന തള്ളാഹുവിന്റെ രാജ്യമായി ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒരു തരത്തിലേക്ക് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അന്ത്യകാലത്തെ കുറിച്ച് മനസ്സിലാക്കുന്ന എന്റെ പേജിൽ ഇത്രയും കാലം നിലനിന്നവർ പോലും നിങ്ങൾ വചനവും ഞാൻ പറയുന്നതും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ലോകത്തെങ്കിലും ഒന്ന് നോക്ക്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കയ്യിലേക്ക് ലോകം പോകുന്നത് കണ്ടെങ്കിലും നിങ്ങൾക്ക് പേടി തോന്നുന്നില്ലേ? നിങ്ങളുടെ മക്കളെ കൊണ്ടുപോയി എത്ര ധൈര്യത്തിൽ നിങ്ങൾ കൊണ്ട് കൊടുക്കും? ഞാനൊന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല പ്രിയ സഹോദരങ്ങളെ? നിങ്ങൾ എന്നെയോ ഞാൻ പറയുന്ന കാര്യമോ അല്ലെങ്കിൽ ദൈവവചനം പറയുന്നത് പോലും നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങൾ ബുദ്ധിയുള്ളവരായിട്ട് ഈ ലോകത്തെങ്കിലും ഒന്ന് നോക്ക്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈ ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഈ ലോകത്തിൽ എല്ലായിടത്തും ലോകത്തെ അടക്കി വാഴാൻ പോകുന്നത്.
ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്തെ അടക്കി വാണതിന് ശേഷം ഇതിനെപ്പോലും അടക്കി വാഴുന്ന ഒരുത്തനായിട്ട് മാറും ഈ തള്ളാഹു എന്ന് പറയുന്ന ഇസ്ലാമിക ഖിലാഫറ്റിന് വേണ്ടി എഴുന്നേറ്റ് വരുന്ന ഒരുത്തൻ. അതിനെ നിയന്ത്രിക്കുന്ന ഒരുത്തനായിട്ട് അവൻ മാറും. അത് പിന്നത്തെ കാര്യമാണ്. പക്ഷെ ഇപ്പൊ ആദ്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ലോകത്തെ കീഴടക്കാൻ പോകുന്നത്. അപ്പോൾ അവൻ എല്ലാ മേഖലകളിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. സകല മേഖലകളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകളിൽ കയറി വരും. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടല്ലാണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നടത്താൻ പറ്റത്തില്ല. നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടല്ലാണ്ട് കുഞ്ഞുങ്ങളുടെ തൊഴിൽ മേഖലയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇനി നടക്കാൻ പോകുന്നതാണ്. ദയവ് ചെയ്ത് എന്നെ കേൾക്കുന്ന അമ്മമാരെ, മക്കളുടെ ഭാവി എന്ന് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ സാത്താന്റെ കരങ്ങളിൽ കൊണ്ടുപോയി കുഞ്ഞുങ്ങളെ വലിച്ചെറിയരുത്. അവർക്ക് ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. ഈ പ്രകൃതിയുമായി ഇഴുകിച്ചേരുന്ന തൊഴിലവസരങ്ങൾ നിങ്ങൾ ഇപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് അങ്ങനെ അഥവാ എൻ്റെ മക്കൾ എന്തെങ്കിലുമൊക്കെ പഠിക്കണമല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയാണ് ഫർണിച്ചർ പണി അവരെ പഠിപ്പിച്ചു കൊടുക്ക്. നല്ല കൊത്തുപണികൾ പഠിപ്പിച്ചു കൊടുക്ക്. തെങ്ങ് കയറ്റം പഠിപ്പിച്ചു കൊടുക്ക്. പറമ്പിൽ എങ്ങനെയാണ് വിത്ത് വിതയ്ക്കുന്നതെന്ന് പഠിപ്പിച്ചു കൊടുക്ക്. കൃഷി നടത്തുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്ക്. മത്സ്യം കുഞ്ഞുങ്ങളെ ഇട്ടുകൊണ്ട് മത്സ്യം പെരിപ്പിക്കുന്ന ബിസിനസ് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാത്തവർക്ക്. ഇങ്ങനെ ഒത്തിരി പ്രാക്ടിക്കലായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒത്തിരി നല്ല നല്ല പഠനങ്ങളുണ്ട്. അതിലേക്കെല്ലാം കുഞ്ഞുങ്ങളെ പറഞ്ഞു വിട്. ഈ ലോകക്കാരെ പോലെ ചിന്തിക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ എഞ്ചിനീയർ പഠിച്ചില്ലെങ്കിൽ, അയ്യോ നമ്മുടെ അയൽവക്കത്തെ ശോശാമയില്ലേ, ശോശാമയുടെ കുഞ്ഞിനെ അവർ വിട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? എഞ്ചിനീയറിങ്ങിനാ വിട്ടിരിക്കുന്നത്. പിന്നെ അപ്പുറത്തെ വീട്ടിലെ മാത്തച്ഛന്റെ കുഞ്ഞിനെ വിട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ആ കൊച്ചിനെ വിട്ടിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അവന് ഡോക്ടറിനെ പഠിക്കുന്നത്. അത്യാവശ്യം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മറൈൻ എഞ്ചിനീയറിംഗും പഠിക്കണ്ടേ? അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കുറഞ്ഞതൊരു ഡിഗ്രി എങ്കിലും എടുത്തങ്ങ് മുന്നോട്ട് പോകണ്ടേ എന്നൊക്കെയാ ചിന്തിക്കുന്നത്. ആരൊക്കെ പ്രീതിപ്പെടുത്താനാ നിങ്ങൾ? ആർക്ക് വേണ്ടിയിട്ടാ ഈ കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നത്? ആരെ പ്രീതിപ്പെടുത്താനാ നിങ്ങൾ ചെയ്യുന്ന? ഇതെല്ലാം ബിസിനസ് അല്ലേ? അറിവിന് വേണ്ടിയിട്ടാണോ ഇന്ന് വിദ്യാഭ്യാസം ഉള്ളത് സമൂഹത്തില്? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അറിവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വിദ്യാഭ്യാസം ഉള്ളത്. കച്ചവടമാണ്, ബിസിനസ്സാണ് ഇതൊക്കെ. അല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അറിവ് പകർന്നു കിട്ടാൻ വേണ്ടിയിട്ടല്ല. അറിവ് കിട്ടാൻ വേണ്ടി സ്കൂളിൽ പോയി കുത്തിയിരുന്ന് ABCD പഠിക്കണമെന്ന് പഠിച്ചാലല്ല അറിവ് കിട്ടുന്നത്. അറിവ് മാതാപിതാക്കൾക്കും പകർന്നു കൊടുക്കാൻ പറ്റും. ലോകപരമായിട്ടും ഒത്തിരി അറിവുകൾ കുഞ്ഞുങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. പക്ഷെ കാണാപ്പാടം ഇരുന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില പേരുണ്ട് ട്യൂഷനും വിട്ട് തള്ളും പിള്ളേരെ. വീട്ടിൽ മാത്രം പഠിപ്പിച്ചാൽ പോരാ, സ്കൂളിൽ മാത്രം വിട്ടാൽ പോരാ, പിന്നെ ട്യൂഷനും കൂടി വിട്ടിട്ട് വേണം മക്കളെ പഠിപ്പിക്കാനായിട്ട്. രാവിലെ തൊട്ട് രാത്രി വൈകിട്ട് വരെ സ്കൂളിലും വിട്ട് പഠിപ്പിക്കും, വൈകിട്ട് തൊട്ട് പിന്നെ രാത്രി വരെ ട്യൂഷനും വിട്ട് പഠിപ്പിക്കും. തലച്ചോറിനകത്ത് പഠനം 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 പഠനം. കാണാതെ പഠിക്കണം, കുത്തിയിരുന്ന് പഠിക്കണം, പരീക്ഷയ്ക്ക് കുത്തിയിരുന്ന് ജയിക്കണം, ഭയങ്കര മാർക്ക് മേടിക്കണം. ഇതെല്ലാം ആരൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഈ മാർക്ക് മേടിച്ച് കൂട്ടിപ്പോകുന്നത്? സമൂഹം നിങ്ങളെ വ്യാജത്തിൽ, ഒരു ആഭിചാരത്തിൽ നിങ്ങളെ സമൂഹം കെട്ടിവെച്ചപ്പോൾ അതാണ് യാഥാർത്ഥ്യമെന്നും അങ്ങനെ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങളും വിശ്വസിച്ച് നിങ്ങളും മരക്കഴുതകളെ പോലെ അവരുടെ പുറകെ യാത്ര ചെയ്യുകയാണ്. ഇത് വലിയൊരു അപകടത്തിലേക്ക് നിങ്ങൾ പോയി എത്തുകയാണ്. പ്രാക്ടിക്കൽ ലൈഫിലേക്ക് മക്കൾ ഇതുവരെയ്ക്കും നിങ്ങൾ എത്തിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ സമൂഹത്തിന്റെ സർട്ടിഫിക്കറ്റും മാനത്തിനും വേണ്ടി ചിന്തിക്കുന്നവരായതുകൊണ്ടാണ് നിങ്ങൾ സമൂഹം വില കൽപ്പിച്ചു വെച്ചിരിക്കുന്ന ബഹുമാനങ്ങൾക്ക് അത്തവണ്ണം മക്കളെ വളർത്തിക്കൊണ്ടുപോകാൻ നിങ്ങൾ പാടുപെടുന്നത്. നമ്മുടെ കുഞ്ഞ് പറമ്പിൽ പോയി പണിയെടുത്ത ആൾക്കാരൊക്കെ എന്താ വിചാരിക്കും? അവൻ വിചാരിച്ചിട്ട് പോട്ടെ. നിന്റെ കുഞ്ഞ് പറമ്പിൽ പണിയെടുത്ത് അവൻ പ്രകൃതിയുമായിട്ട് ഇഴുകിച്ചേരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? അവൻ വേറിട്ടവനായിട്ട് അവനെ മാറ്റിയെടുക്കുന്നതിൽ സന്തോഷിക്കുകയും അഭിമാനിക്കുകയല്ലേ വേണ്ടത്? നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കൃഷിയാ ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കൃഷി ചെയ്താൽ നിനക്ക് എന്നാ കുഴപ്പമിരിക്കുന്നേ? അതിന് നിങ്ങൾ എന്തിനാ അഭിമാനക്കുറവായിട്ട് കാണുന്നേ? നമ്മുടെ കുഞ്ഞ് ഫർണിച്ചർ പണിയാ ചെയ്യുന്നത്. അതെ, ഫർണിച്ചർ പണിയാ ചെയ്യുന്നത്. അതിനകത്ത് എന്താ അഭിമാനക്കുറവിരിക്കുന്നേ? മറ്റുള്ളവൻ അറിയാത്ത ഒരു കല എനിക്കറിയാം. കമ്പ്യൂട്ടർ എല്ലാവരും പഠിക്കും, പക്ഷെ ഫർണിച്ചറിന്റെ പണി പഠിക്കാൻ കുറച്ചു പേരെ കാണത്തുള്ളൂ. അവന്റെ അറിയാത്തൊരു കല ഞാൻ ചെയ്യണം. ഇസ്രായേലിനെ നിങ്ങൾ കണ്ടുപിടിക്കണം. ഇസ്രായേലിൽ 24 മണിക്കൂറും കമ്പ്യൂട്ടർ മാത്രം കുത്തിക്കൊണ്ടിരിക്കുകയല്ല ഇസ്രായേലിൽ ചെയ്തു കൊടുക്കുന്നത്. ഇസ്രായേൽ സ്കൂൾ വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ ഫർണിച്ചർ പണി, വീട് പണിയുന്ന പണി, മേസ്തിരിപ്പണി, പെയിന്റിങ് പണി, മ്യൂസിക്,
എല്ലാ തരത്തിലും അവരെ അഭ്യസിപ്പിക്കുക ഇസ്രായേൽ ചെയ്യുന്നത്. അല്ലാതെ 24 മണിക്കൂർ തലയ്ക്കകത്ത് കുത്തിക്കേറ്റി നമ്മുടെ ഇന്ത്യക്കകത്തൊക്കെ പഠനം എങ്ങനെയാണ് നടക്കുന്നത്? ഇന്ത്യക്കകത്തൊക്കെ പഠനം നടക്കുന്നത് +1 വരെ കുത്തിയിരുന്ന് കാണാപ്പാടം പഠിക്കണം. പിന്നെ അത് കഴിയുമ്പോൾ ഡിഗ്രിക്ക് പോയിരുന്ന് കുത്തിയിരുന്ന് കാണാപ്പാടം പഠിക്കണം. പിന്നെ അവനൊരു പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് പഠിച്ചു വരുമ്പോഴത്തേക്കും അവൻ ഏകദേശപ്പെട്ട തലച്ചോറും ചിതലരിച്ചു പോയിരിക്കും കാണാപ്പാടം കഴിഞ്ഞ്. അവന്റെ സമയവും കാലവും നേരവും ഒക്കെ പോയതിനു ശേഷമാണ് പിന്നീട് അവൻ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് പഠിക്കാനെങ്കിലും പറ്റുന്നത്. ഇതാണ് നമ്മുടെയൊക്കെ നാട്ടിലെ ദുരവസ്ഥ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാ ജോലിയും അഭിമാനപൂർവ്വം കാണുന്നവരാണ്. അതുകൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അവരുടെ ഒരു 10ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയും സെലക്ട് ചെയ്ത് പോകാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ആ പഠനത്തോടൊപ്പം തന്നെ അവരെന്ത് ചെയ്യും? അവിടെ പിന്നെ ഫർണിച്ചർ പണി പഠിച്ചിരിക്കും, തയ്യൽ പഠിച്ചിരിക്കും, എംബ്രോയിഡറിങ് വർക്ക് പഠിച്ചിരിക്കും, ഫാഷൻ ഡിസൈനിങ് പഠിച്ചിരിക്കും, അതോടൊപ്പം തന്നെ ബ്യൂട്ടീഷ്യൻ പഠിച്ചിരിക്കും. ഇതെല്ലാം അതിനകത്ത് നടക്കുന്ന ഡാൻസിങ് പഠിപ്പിച്ചിരിക്കും, ക്യാമറ ഫോട്ടോഗ്രാഫി പഠിച്ചിരിക്കും. എത്രയെത്ര കഴിവുകളിലേക്ക് ഇവിടെയുള്ള പിള്ളേർ പോകുന്നതെന്ന് അറിയാമോ? അപ്പോൾ ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്. മറ്റുള്ളവൻ നമ്മുടെ കുഞ്ഞിനെ മാന്യത കുറവായിട്ട് കാണുന്നു എന്ന് കണ്ടുമ്പോൾ നിങ്ങൾ തലതാഴ്ത്തുനിന്ന് പുച്ഛിക്കുന്നതുമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശോചനീയ അവസ്ഥ. നിങ്ങൾ മാന്യതയുള്ളതായിട്ട് കാണും നിങ്ങളുടെ മക്കൾക്ക്. നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന തൊഴിൽ മേഖല എന്താണെങ്കിലും ദയവ് ചെയ്ത് ഈ സാത്താന്റെ കൂട്ടിലേക്ക് കുഞ്ഞുങ്ങളെ വലിച്ചെറിയില്ലേ പ്രിയ സഹോദരങ്ങളെ? നിങ്ങൾ വലിയ അപകടത്തിലേക്ക് നിങ്ങളെ കുഞ്ഞുങ്ങളെ കൊണ്ട് വലിച്ചെറിയും. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്തെ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. അവന്റെ കൈവെള്ളയിൽ നിന്നും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ കയ്യിലുണ്ട്. ഒത്തിരി രാത്രിയായെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അയ്യോ 11 16 12 16 1 16 അതുകൊണ്ട് നാളെ ഞാൻ ലൈവിൽ ബാക്കി വരാം, തൊണ്ട ശരിയാണെങ്കിൽ. ഇപ്പം തന്നെ കുറേ തൊണ്ട അലച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് നാളെ ലൈവിൽ വന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഒരുപാട് രാത്രിയായി, നിങ്ങൾ കിടന്നുറങ്ങിക്കോ. അതുകൊണ്ട് ദൈവവചനത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിച്ച് മുന്നോട്ട് പോകുക. അന്ത്യകാലത്തിൽ പിശാച് ഏത് രൂപത്തിലും ഭാവത്തിലും നിങ്ങളെ ചതിക്കുവാൻ വേണ്ടി വരും. അവന്റെ ചതിക്കുഴിയിൽ ചെന്ന് വീഴരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബുദ്ധിയുള്ളവരായിരിക്കുക, ദൈവകൃപയിലായിരിക്കുക. കർത്താവ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകുക. ബലത്തെ ആർജിച്ചെടുക്കുക. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ലഹിത്രോ ലൈലാത്തോ. ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ, ക്ഷീണിച്ച്. അഞ്ചു മേരി തൊതാ മോത്തിക് തൊതാ. ഫുഡ് ഉണ്ടാക്കി കഴിക്കണം, വിശക്കുന്നു. ഒരു നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കാം. ഡെബോറ തോതാ, എനിക്ക് ഓർക്കം വരുത്. അനു ജോർജ് തോതാ, റബ സാലിവി ജോർജ് തോതാ, മിനി ഗോപൻ. കുറച്ചു പേരെങ്കിലൊക്കെ ഈ രാത്രിയിൽ നിങ്ങൾ ഉണർന്നിരുന്നോ? റെമിണി കുര്യാക്കോസ് തോതാ, ഷീല മാത്യൂസ് തോതാ, ബിൻസി ടി, ഗോഡ് ബ്ലെസ് യു മുത്തേ. മിനി ഗോപൻ, സന്ധ്യ ജോ, ഗുഡ് നൈറ്റ്. രൂത്ത് ഇസ്രായേൽ, എനിക്ക് പനിയും ചുമയും ഉണ്ട് ചേച്ചി. സാരമില്ല മോളെ, കുറെ എന്നെ പോലെ ഇങ്ങനെ ചൂടോട് ഇപ്പൊ ചൂട് പോയി. ചൂടോടെ ഇതുപോലെ എന്താ പറയാ. ഡോളി മാത്യു തൊതാ, ടിറ്റു മാത്യു. ഇത് കുടിച്ചാൽ മതി നിങ്ങൾ. ലവ്ലി മരിയ. ഇസ്രായേൽ 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 തൂ മേരാ ഇസ്രായേൽ സാരാ സപ്ന തു അപ്ന. ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാ. ഒരു മിനിറ്റ്.
ഞാൻ നിങ്ങളൊരു പാട്ട് കേൾപ്പിക്കാം, എന്നിട്ട് നിങ്ങൾ പോയി കിടന്നുറങ്ങിയാൽ മതി. നിങ്ങളൊരു പാട്ട് കേൾപ്പിച്ചിട്ടേ ഞാൻ വിടുന്നുള്ളൂ. ഇവിടെ പോയി सारा बात में अदा सपना तो अपना. ഓക്കെ, എന്തായാലും അത് ഞാൻ അന്നിട്ട് ലൈവ് പാട്ട് കാണുന്നില്ല. അയ്യോ സോറി. പാട്ടേവാ, ഇതെന്തു പറ്റി? പാട്ട് കേൾപ്പിക്കുന്ന നേരത്ത് കണക്ഷൻ പോയേ? സോറി സോറി സഹോദരങ്ങളെ, ലൈവ് കട്ടായി പോന്നു. ഞാൻ എന്നാ ചെയ്യാനാ? ലൈവ് കട്ടായി പോയി. അങ്ങനെ കണ്ടോ നിങ്ങള്? ഇസ്രായേൽ ഇസ്രായേൽ തൂ മേരാ ഇസ്രായേൽ. ഞാൻ നിങ്ങൾ വേറൊരു പാട്ട് കൂടി കേൾപ്പിച്ചിട്ട് ഞാൻ പോയി നിങ്ങൾക്കിടന്ന് ഉറങ്ങിക്കാം. ഓക്കെ, പാട്ടാണേ. ഈ പാട്ടിനൊക്കെ ഭയങ്കര ഡാൻസ് കളിക്കുന്ന ആളാ കേട്ടോ. സുന്ദരമായ We love you, oh Jerusalem, we pray for you.
നീതിരാജു